കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി മോളെ വായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. വളരെ പരിചിതമായ തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴാണ് യോഗം നിർത്തണ്ടേ? പ്രസംഗം ഞാൻ തീരുന്നത് വരാന്നോ? എപ്പോഴും സമയം ഇനി ഇടയ്ക്ക് എന്നോട് കയറി പറഞ്ഞേക്കരുത്. ഞാൻ മാന്യമായിട്ട് ചോദിച്ചതാ സമയം. അപ്പം ശ്രദ്ധിക്കുക, ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് വായിച്ചത് 29-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യമാണ്. മോളൊന്നുകൂടെ വായിച്ചു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഇവിടെ ആദരണീയ കർത്തദാസൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉദ്ഘാടനത്തിനല്ലയോ പ്രാർത്ഥിച്ചപ്പോൾ ആ വാക്യങ്ങളെല്ലാം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് സംസാരിക്കണമെന്ന് എനിക്കും ഒരു താല്പര്യം തോന്നി. വേറൊരു കാര്യം പറയാനായിരുന്നത്. അപ്പം അതിനോട് കടപിടിച്ചങ്ങ് പോകാം. ദൈവത്തിന് മഹത്വം. വേദപുസ്തകത്തിലെ വളരെ പരിചിതമായ ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിൽ വായിച്ചത്. വിശേഷിച്ച് കൺവെൻഷൻ വേദികളിലൊക്കെ അഭിഷിക്ത ദാസന്മാർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുമ്പോൾ സന്ദർഭോചിതമായിട്ട് പ്രാർത്ഥിക്കുന്ന പലരുണ്ട്. അതറിയാതെ പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. വെല്ലും ബ്രേക്കും ഇല്ലാതെയും വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. എന്നാൽ ദൈവദാസന്മാരിൽ പലരും സന്ദർഭോചിതമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കും. ആദരണീയ കർത്തദാസനെ ഓർപ്പിച്ചല്ലോ, പ്രാർത്ഥിച്ചല്ലോ. ദൈവമേ, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അവിടുത്തെ അരുളപ്പാട് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കണം. മരുഭൂമിയെ നടുക്കുന്ന ശബ്ദം, മരത്തിന്റെ തോളിരിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം, ഇങ്ങനെയൊക്കെ ഉച്ചസ്ഥരം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി അതുകൊണ്ട് ആ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്കെല്ലാം അറിവുള്ള വാക്യമെങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കി. ഈ വിശുദ്ധ തിരുവെടുത്ത് 66 പുസ്തകമാണ്. നിങ്ങൾക്കറിയാം. ഇത് ആദ്യ ദിവസം യോഗമായതുകൊണ്ട് ചില കാര്യങ്ങൾ മുഖവരയായിട്ടൊന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. ഈ പുസ്തകം, ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല, ഇനി ഉണ്ടാകത്തുമില്ല. ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് 40 എഴുത്തുകാര് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അല്ലെങ്കിൽ പല ഭൂഖണ്ഡത്തിലിരുന്ന ഈ പുസ്തകം എഴുതിയത്. ഇന്നത്തെ പോലെ സാഹചര്യങ്ങളോ സാധ്യതകളോ ഇല്ലാതിരുന്ന സമയത്ത് പലരും തമ്മിൽ കണ്ടിട്ടില്ല. പലരും ആശയവിനിമയങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇപ്പം ഇരുന്ന് എഴുതുക, ഒരു പാട്ട് പാടിയാൽ നമ്മൾ അവിടെ ചോദിക്കും, ഇപ്പം പാട്ട് പാടുന്ന കണ്ടില്ല. കോവിഡിൻ്റെ സമയത്ത് എല്ലായിടത്തും എല്ലാ രാജ്യത്തിരുന്ന് പാടുക, ഓരോ തല കാണാം, സ്തോത്രം പ്രസംഗിക്കുകയല്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായി തീർന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചപ്പാത്തിയായിട്ടൊരു തള്ള വരികയും ചെയ്തു. വേറെ തള്ള വന്ന ചരിത്രം ഞാൻ പൊതുവെ പറയുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒത്തിരി സാധ്യതകൾ ഇപ്പോൾ ഉണ്ട്. എന്നാ മനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വർത്താനം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ചോദിക്കും എന്നാന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, അന്ന് ഈ പറയപ്പെട്ട ഒരു സാധ്യതകളുമില്ല. ഇതുപോലെ വാർത്താവിനിമയ സാധ്യതകളോ അന്തരീക്ഷങ്ങളോ ഒന്നുമല്ല. ആർക്കും തമ്മിൽ കാണാനൊക്കത്തില്ല, ആശയവിനിമയങ്ങൾ നടത്താൻ ഒക്കുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് 40 എഴുത്തുകാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നാണ് ഈ പുസ്തകം, സത്യവേദ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത്. മറ്റ് പുസ്തകങ്ങളൊക്കെ പലതും ഒരാളിരുന്ന് എഴുതിയതാ, അല്ലെ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതാ. പകർത്തി എഴുതാൻ ആളുണ്ട്. ഇത് ഒരാൾ എഴുതിയതല്ല. ഏതാണ്ട് 40 എഴുത്തുകാരാ ഇത് എഴുതിയത്. അത് 1, 2, 10 കൊല്ലം കൊണ്ട് എഴുതിയതല്ല, ഒരായുസ് കൊണ്ട് എഴുതി തീർത്തതുമല്ല. ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ടാണ് അങ്ങനെ എഴുതിയ ഈ ശ്രേഷ്ഠമേറിയ പുസ്തകം. ഇതിന്റെ പേരാ സത്യവേദ പുസ്തകം. ഇതാണ് സത്യവേദ പുസ്തകം. പുരാണം പഠിച്ചിട്ടുള്ളവർക്കും പഴയ ആൾക്കാർക്ക് അറിയാം, 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങളെന്നാ.
വാര്യര് ഒരു സൂചന കൊടുത്തിട്ടുണ്ട് കുചേലവൃത്തത്തിനകത്ത് 4 വേദം 6 ശാസ്ത്രം 18. അതിനടിക്കണ്ട ചിന്നു, അതിന് വേണ്ട. ഓ, നീ എല്ലാത്തിനും കയറി അടിക്കാം. അവനങ്ങ് അടി തന്നെ അടിക്കാം. അവൻ്റെ നാട് കൊണ്ടായതുകൊണ്ട് 4 വേദം 6 ശാസ്ത്രം 18 പുരാണങ്ങൾ. അപ്പോൾ 4 വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം നമുക്കറിയാം, പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ പുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, മാർക്കണ്ഡേയ പുരാണം, സ്കന്ദ പുരാണം, പുരാണങ്ങളുമുണ്ട്. അപ്പോൾ എത്രയും ആയിക്കോട്ടെ, എതിർക്കുന്നില്ല, ഉടക്കുന്നില്ല. പക്ഷേ ഈ പുസ്തകത്തിന്റെ പേര് സത്യവേദ പുസ്തകം. ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല. ഇത് എടുത്തത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇത് എടുക്കേണ്ടതുപോലെ എടുത്തവർക്കാണ് അത് വലിയ അനുഗ്രഹവുമാണ്. എല്ലാവരും ചാടി എടുക്കരുത്. സ്തോത്രം. ഞാനും 50 കൊല്ലമായിട്ട് എടുത്തുകൊണ്ട് വെട്ടിയാറ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, നല്ല കാര്യം. പക്ഷേ എടുക്കേണ്ടതുപോലെ എടുത്തവനെല്ലാം ഗുണം വന്നിട്ടുണ്ട്. ഇത് കൊണ്ടുപോകേണ്ടതുപോലെ കൊണ്ടുപോയവർക്കെല്ലാം അനുഗ്രഹമാണ്. ദൈവത്തിന് മഹത്വം. ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല. ദൈവത്തിന് മഹത്വം. ഈ പുസ്തകത്തിന്റെ ഒരു വിശേഷത, എഴുതിയതൊന്നും പിന്നെ തിരുത്തി എഴുതേണ്ടി വന്നിട്ടില്ല. അതായത് ഇതിന്റെ വേറൊരു വിശേഷത. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമോളെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഏകവചനമാ. ആദിയിൽ ദൈവം. യാക്കോബൊക്കെ പറഞ്ഞ ഭാഗം നിങ്ങൾക്കറിയാം. ദൈവം ഏകനല്ലോ. പിശാചുക്കളെ വിശ്വസിക്കുകയും മിറക്കുകയും ചെയ്യുന്നെന്നാ. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു ദൈവം ഏകവചനമാ. അത് തന്നെ വെളിപ്പാടിലും പറഞ്ഞേക്കുന്നത്. തിരുത്തണ്ടി വന്നിട്ടില്ല. അയ്യോ, അന്ന് അതുങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞുകൊണ്ട് പറഞ്ഞ എന്നാ പിന്നെ തിരുത്തിക്കോ. അങ്ങനെ തിരുത്തേണ്ട ഗതികേടി പുസ്തകത്തിന് വന്നിട്ടില്ല. ഉൽപ്പത്തിയിൽ അബദ്ധമെല്ലാം പറഞ്ഞു, വെളിപ്പാടി വന്നപ്പോൾ അത് ക്ലിയർ അങ്ങനല്ല. ഉൽപ്പത്തി പറഞ്ഞത് തന്നെ വെളിപ്പാടിലും. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. അതിനൊന്നും മാറ്റം വരാൻ ഇടയാക്കിയിട്ടില്ല. ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചെന്ന അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ. അത് അങ്ങനെ തന്നെയാ. അല്ല, ഇടയ്ക്ക് കയറി ഒരാൾ ഇച്ചിരി സൃഷ്ടിച്ചേച്ച് പുള്ളി പോയി. ഈ ഏരിയ അത് പുള്ളി സൃഷ്ടിച്ചേച്ച് പോയതാ. ഓ, ഇടയ്ക്ക് കയറി ആരും സൃഷ്ടിച്ചുമില്ല, സൃഷ്ടിച്ചാവിട്ട് ഒക്കുകയില്ല. ദൈവത്തിന് മഹത്വം. ഇത് മുഴുവൻ സൃഷ്ടിച്ചവൻ ദൈവമാണ്. വായിച്ചേ മോളെ വെളിപ്പാട് 4:11. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. വെളിപ്പാട് 4:11. ചടിയടാന്ന് വായിക്കണം രണ്ടുപേരും. ചടിയടാന്ന് വായി. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും. എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും മുഴുവൻ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാ. ഈ കാണുന്ന സകല ചരാചരങ്ങളെ, അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിണ്ടാണ്ടത്തെയും ഈ നക്ഷത്ര കൂട്ടങ്ങളെയും, ഗാലക്സികളല്ലേ, കോടിക്കോടി നക്ഷത്രങ്ങളാ, ഇതെല്ലാം മാരി വെതറിയിട്ടിരിക്കുക. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാ. ഈ കാണുന്ന സകല ഭൂചര കേചര വസ്തുക്കളെയും സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെന്ന് പറഞ്ഞ വാക്കില് മന്നവൻ വാക്ക് മൂലമന്ന്. നിനക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണോന്ന് എനിക്ക് പിന്നെ അല്ല എനിക്ക് തോന്നിയതാ. അന്ന് എൻ്റെ തെറ്റാ. ഓക്കെ. മന്നവൻ വാക്ക് മൂലമന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങളിന്നു ആകാശത്തവ ഭിന്നവൻ നമുക്കപതന്നു ദീനാന്തര ഭൂജര പക്ഷികളൊക്കെയുമായി തന്നെയും അല്ല ഭൂജര പക്ഷികളൊക്കെയുമായി തന്നെയുമല്ല പോയചരങ്ങളും അപ്പൊഴുത് ഉടനായി നേരെ മറിച്ചു നായകനേകിയൊരല്ലകൾ നിലയായി തന്നെയും അല്ല വനങ്ങളെ പെകണ്ടത് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ട് ദിനമാറി തുടച്ചതിൽ വനങ്ങളെ പെകണ്ടത് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറി തുടച്ചതിൽ തൃണങ്ങളെ പെകണ്ടത് മലങ്ങൾ ഗണങ്ങൾ ഉണ്ടായി ദിനമാറി തുടച്ചതിൽ തൃണങ്ങൾ പല
വൃക്ഷാധികരണങ്ങൾ വിത്തുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചാൻ അവനെന്ന്. തൃണങ്ങൾ പല വൃക്ഷാധികരണങ്ങൾ വിത്തുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചാൻ അവനെന്ന്. വെള്ളങ്ങളിൻ മീതിൽ വസിക്കാൻ പരമേശൻ താൻ. വെള്ളങ്ങളിൻ മീതിൽ വസിക്കാൻ, വെള്ളങ്ങളിൻ മീതിൽ വസിക്കാൻ പരമേശൻ താൻ. വെള്ളങ്ങളിൻ മീതിൽ വസിക്കാൻ. വനങ്ങൾ അപകന്താണ് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി നീനമാറിൻ തുടക്കത്തിൽ. ആറാം ദിനത്തിൽ ആത്മഭാവ പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം അതിന്റെ ചേട്ട നാരിയെ ഉരുവാക്കി ദൈവം. പരമവർഗ പൂജിത ഭാഗ്യ വിജിതമതാം ഒരു തോട്ടം ചമച്ചതിങ്കൽ. പൂജിത ഭാഗ്യ വിജിതമതാം ഒരു തോട്ടം ചമച്ചതിങ്കൽ. പൂജിത ഭാഗ്യ വിജിതമതാം ഒരു തോട്ടം ചമച്ചതിങ്കൽ. പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു വാട്ടം പരവിധം. പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു വാട്ടം പരവിധം. ദിവ്യോർജിതം ഒന്നു കൊടുത്തിത് കൽപ്പന സേട്ടം. കന്നി പുജിപ്പാനോ അരുതെന്നറിവിൻ മരമായതിനിഷ്ടം. മറുക്കും കൊന്നാൻ വരുമെ മരണമെന്നാൽ ഒരു നിഗമില്ലതിന് കരുതണം നിങ്ങളും പരമം ചൊന്നവരോട്. വരുമെ മരണമെന്നാൽ ഒരു നിഗമില്ലതിന് കരുതണം നിങ്ങളും പരമം ചൊന്നവരോട്. വരുമെ മരണമെന്നാൽ ഒരു നിഗമില്ലതിന് കരുതണം നിങ്ങളൊന്നു പരമം ചൊന്നവരോട്. വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ പരമേശൻ താൻ. വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെളിപ്പാടിലും അല്ലെങ്കിൽ ഒടുവിലത്തെ പുസ്തകങ്ങളിൽ വന്നപ്പോൾ തിരുത്തേണ്ട കാര്യമില്ല. ഇത് മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാ. സ്തോത്രം. അതാ വെളിപ്പാട് പുസ്തകത്തിലും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഉൽപ്പത്തിയിൽ വായിക്കുക, വാളെ വായിച്ച ഒന്നുകൂടെ വായിച്ച ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബൈബിളെല്ലാം കീറിയിരിക്കുന്നത് മോഡ ബൈബിളാണോ? പുതിയ ബൈബിൾ ഒരെണ്ണം മേടിക്കാൻ മേലേ? വായിച്ച് കീറിയതാണോ എടുക്കാതെ കീറിയതാണോ? മോള് വായിര്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ശ്രദ്ധിച്ചോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഏതാണ്ട് 1600 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് തന്നാ പറഞ്ഞേക്കുന്നത്. വായിരിഞ്ഞ വെളിപ്പാട് 4:11 മുമ്പേ വായിച്ചതല്ലേ? കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ കാര്യം 1600 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരുത്തേണ്ട ഗതികേട് ഈ പുസ്തകത്തിന് വന്നിട്ടില്ല. ഇതുപോലെ ശ്രേഷ്ഠമേറിയ ഒരു പുസ്തകം, ഇതുപോലെ മഹത്വകരമായ ഒരു പുസ്തകം, ഇത് ചെന്ന് കയറിയ ദേശത്തിനെല്ലാം വിടുതല, ഇത് വന്നു കയറിയ വീടിനെല്ലാം വിടുതല, ഇത് എടുത്തവർക്കെല്ലാം അനുഗ്രഹമാ. ദൈവത്തിന് മഹത്വം. എന്നാ ഒരു സങ്കടം, എന്നെ പറ്റി? ഇതെടുത്തവർക്ക് അനുഗ്രഹമാ. പ്രൈസ് ദി ലോർഡ്. ഇതെടുക്കേണ്ടത് പോലെ എടുത്തവനെല്ലാം വിടുതലുമാ. അത്രയ്ക്ക് ശ്രേഷ്ഠമായി പുസ്തകം. ദൈവത്തിന്റെ മഹത്വം. അത് വിസ്തരിക്കുന്നില്ല. 66 പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇതുപോലെ വേറൊരു പുസ്തകമില്ല. ദൈവത്തിന് മഹത്വം. വിസ്തരിക്കുന്നില്ല അധികം. അങ്ങനെ ഉള്ള ഈ മഹനീയ പുസ്തകത്തിൽ പല ഭാഗങ്ങൾ, മോശയുടെ പഞ്ചഗ്രന്ഥം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. പിന്നീട് ചരിത്ര പുസ്തകങ്ങളാ, യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ. പിന്നെ സംഗീത പുസ്തകങ്ങളാ. അത് നിങ്ങൾക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനാ. പിന്നെ പഴയ നിയമത്തിൽ പ്രവചന പുസ്തകങ്ങളാ. യെശയ്യാ പ്രവചനം മുതൽ മലാക്കി പ്രവചനം വരെയുള്ളതായ പ്രവചന പുസ്തകം. അങ്ങനെയാണ് പഴയ നിയമം 39 പുസ്തകം. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ
മാധുര്യമേറിടും തേനിനേക്കാൾ പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. നമ്മുടെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയുടെ ട്യൂണാ. കൃഷ്ണഗാഥ ഞങ്ങൾക്ക് അറിയത്തില്ലയോ? പിന്നെ അളയുന്നത് വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. രണ്ടു ഭാഗങ്ങളങ്ങുണ്ടതിലാകവേ ഉണ്ട 66 പുസ്തകങ്ങൾ. രണ്ടു ഭാഗങ്ങളങ്ങുണ്ടതിലാകവേ ഉണ്ട 66 പുസ്തകങ്ങൾ. തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെ ഉള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥ. ഇങ്ങനെ പാടിയാൽ നിങ്ങൾ പറയും, ഓ കുഴപ്പമില്ല, മുഴുവൻ അങ്ങ് പാട്ടായിരുന്നു, വചനം ഒന്നും പുള്ളി പൊട്ടായി പാടുന്നതിനകത്ത് വചനം ആടി. പിന്നെ പഴയ പാട്ടുകളെല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ, അതിനകത്തെല്ലാം വചനമാ, തിരിച്ചറിയണമെന്നേ ഉള്ളൂ. ആട്ടെ, അതുകൊണ്ട് നിങ്ങളെയും കൂടെ ചിലരെ കണക്കിലെടുക്കുക. ദൈവത്തിന് മഹത്വം. ഇതുപോലെ ശ്രേഷ്ഠമേറിയൊരു പുസ്തകം. അങ്ങനെ പഴയ നിയമം മലാക്കി പ്രവചനം കൊണ്ട് അവസാനിക്കുക. പുതിയ നിയമത്തിൽ, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കാര്യമാണ്. തുടക്കത്തിലെ കർത്താവിനെ പരാമർശിച്ചുകൊണ്ടാണ് ആദ്യത്തെ 4 സുവിശേഷ പുസ്തകം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. എന്താ സുവിശേഷം? അത് യേശു ക്രിസ്തുവാണ്. മതം മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല, സഭ മാറ്റുകല്ല, ആളെ കൂട്ടുകയും പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആളും ഓളവും ബഹളവും മേളവും അല്ല. ഇത് സുവിശേഷമാണ്. ആ സുവിശേഷം ആമൻ സഭ മാറുകല്ല, ആമൻ മതം മാറ്റുകല്ല, ആമൻ സ്തോത്രം ആൾക്കാരെ കണ്ണും കയ്യും കാണിച്ച് മോഹന വാഗ്ദാനം കൊടുത്ത് ഇതിനകത്ത് അങ്ങനൊന്നും ഞങ്ങൾ ചേർക്കത്തില്ല. ആമൻ ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ സുവിശേഷമാണ്. സുവിശേഷം മറ്റൊന്നുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. നിങ്ങൾക്ക് വെട്ടിയാറുകാരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും ചേർന്നങ്ങ് പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാണ് സുവിശേഷം. ആ സുവിശേഷമാ ഇവിടെ ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് അനുവദിച്ചാൽ ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ആളായിട്ട് എനിക്കും വരുവാൻ ദൈവം കൃപ നൽകി. ഇന്ന് രാത്രി കേൾവിക്കാരാകുന്ന നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സുവിശേഷം കേൾക്കുന്ന സമീപവാസികൾ, ദേശവാസികൾ, ബഹുമാനരായ പ്രിയപ്പെട്ടവര്, ഇത് കേൾക്കുന്നത് അനുഗ്രഹമാ, ഇത് ശ്രദ്ധിക്കുന്നത് അനുഗ്രഹമാ, ആമേൻ ഇത് അംഗീകരിക്കുന്നത് അനുഗ്രഹമാ. ഇത് അംഗീകരിച്ചും ശ്രദ്ധിച്ചും കേട്ടവർക്കാർക്കും ദോഷമൊന്നും വന്നിട്ടില്ല, വരത്തുമില്ല. തിരുവചനം പഠിപ്പിക്കുന്നത് യഹോവ ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. പോരാ, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും.
ഉറപ്പിച്ചും നിറപ്പിച്ചും പറയാ, ഒരാവിചാരവും നിന്നെ കേൾക്കത്തില്ല, ക്ഷുദ്രവും കേൾക്കത്തില്ല, ഒരു മന്ത്രവാദവും ഫലിക്കത്തില്ല. എന്റെ ഭാഷ പറഞ്ഞ ഒരറബിക്കെട്ട് മേക്കലയുടെ ദൈവമക്കൾ ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞ് മുഴങ്കാലം അടക്കി പാട്ട് പാടി ആത്മാവ് നിറഞ്ഞ് മറുഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല കെട്ടും പൊട്ടും അനുഭവിക്കുന്ന ദൈവമക്കളാ ഇന്ന് രാത്രി പന്തലിലിരിക്കുന്നത്. ആരാധനകളുടെ മഹത്വം കണ്ടവരും മാമൻ ആരാധനകളുടെ ജയം കണ്ടവരും ആരാധിച്ച് വിടുതലെടുത്തവരും ഒക്കെയാ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന സിംഹഭാഗം ആൾക്കാർ. അതുകൊണ്ട് നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അതെ, ഞാൻ സമയത്തെയും കൂടെ ഭയപ്പെടുന്നു. എത്ര വേണേലും എടുത്തോളാം പറഞ്ഞത് കൊണ്ട് അങ്ങ് പോവുക. കർത്താവിന് മഹത്വം. പിന്നെ അതിന്റെ പരുവത്തിന് ഞാൻ നിർത്താം, നോക്കട്ടെ. ചുമൽ വാസിരിക്കുന്ന ഞാൻ കണ്ടു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. എല്ലാ കർത്തൃദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശ്രേഷ്ഠമേറിയ പുസ്തകം, ഇതിന്റെ നടുഭാഗമാണ് സങ്കീർത്തനം. 180 സങ്കീർത്തനം. ഞാനെപ്പോഴും പറയും, ദൈവമക്കളുടെ ഒട്ടുമിക്ക ശുശ്രൂഷകളിലും സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. ഒരു ശവസംസ്കാരം നടക്കുന്ന സമയത്ത്, വിവാഹ ശുശ്രൂഷയുടെ സമയത്ത്, ഭവനപ്രതിഷ്ഠയുടെ സമയത്ത്, ഒരു കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ, ഒരു യാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുടുംബ പ്രാർത്ഥനയിൽ എന്ന് വേണ്ട ഒട്ടുമിക്ക രംഗങ്ങളിലും മറ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിലും ഉപരിയായിട്ടും പെട്ടെന്നും സന്ദർഭോചിതമായിട്ടും വായിക്കാൻ പറ്റിയത് ആ സങ്കീർത്തന പുസ്തകം. ഇപ്പം വന്ന് പുതിയ ഉപദേശക്കാർ വന്ന് ഇതിപ്പം വായിപ്പിക്കുന്നില്ല. ഉപദേശമാർ മേടിച്ചോട്ട് വായിക്കുന്നില്ല. അതുങ്ങളും 3 കൊല്ലം എങ്ങനെയാലും ഇരിക്കണമല്ലോ എന്നോർത്ത് പമ്മി ഇരിക്കുക. സ്തോത്രം. കാശുള്ള അച്ചായൻ്റെ മോൻ ബാംഗ്ലൂർ പോയപ്പോൾ അവനെ അവിടെ നിന്ന് കൊണ്ടുവന്ന സങ്കീർത്തനം, അവിടെ നിന്നല്ല ഇത് കൂടുതൽ ഇറക്കുന്നേ. അത് അവനിവിടെ വെട്ടിയാറിലും കൊണ്ടിറക്കി. ഇവിടെ ഇറക്കിയെന്നല്ല പറഞ്ഞ് പൊതുവിൽ പറയുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് മേടിച്ചിപ്പം വായിക്കുന്നില്ല. ഏത് വേണേലും വായിക്കാന്നാ പറഞ്ഞത്. വായിച്ചോ, ഒരു കുഴപ്പമില്ല. എന്നാലും സങ്കീർത്തനം സന്ദർഭോചിതമായിട്ട് വായിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അല്ല, ഈ പുസ്തകത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നും വായിക്കാമല്ല. കാരണം എല്ലാ തിരുവെടുത്തും ദൈവശ്വാസ്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വരെ വായിക്കാം, ധ്യാനിക്കാം, പറയാം, പ്രസംഗിക്കാം, ചിന്തിക്കാം, അയവറക്കാം, ഇത് കേട്ട് ആരാധിക്കാം. കാരണം എല്ലാ തിരുവെടുത്തും ദൈവശ്വാസ്യമാണ്. ദൈവത്തിന് മഹത്വം. അതിന് ശക്തിയുണ്ട്, കേൾക്കുമ്പോൾ അറിയാമല്ലോ. അതെ, അങ്ങനെയുള്ള ഈ മഹനീയ പുസ്തകത്തിന്റെ നടുഭാഗത്തായി നിൽക്കുന്ന 180 സങ്കീർത്തനം 5 പുസ്തകങ്ങളായിട്ട് തരംതിരിച്ച് പഠിക്കുന്ന ഈ സങ്കീർത്തനത്തിന്റെ 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ വെട്ടിയാട് ക്രൂസൈഡിന്റെ പ്രഥമ യോഗത്തിൽ കുറുവാക്യമായിട്ട് വായിച്ചിരിക്കുന്നത്. മോളെ ഒന്നുകൂടെ വായിച്ചു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. പിന്നെ യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം. ശ്രദ്ധിക്കുക, ദൈവം സംസാരിക്കുന്നത് പല നിലകളിലാണ്. നിങ്ങൾക്കറിയാം, വളരെ ശാന്തമായിട്ട് ദൈവം സംസാരിക്കും. വളരെ ശാന്തമായിട്ട്. ഏലിയാവ് നിങ്ങൾക്കറിയാം, ഗുഹയ്ക്കകത്തിരുന്നപ്പോൾ വളരെ ശാന്തമായിട്ട് സാവധാനത്തിൽ, അങ്ങനെയല്ലേ മോളെ വായിച്ചേ? നിങ്ങൾക്ക് 2 പേർക്കും ആ ഭാഗം അറിയാവോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. 2 പേരും മുന്നിലിരിക്കുക. നിങ്ങൾ വായിക്കണം, വേറെ ആരും പറഞ്ഞു കൊടുക്കരുത്. അവർക്കും അത് ഏകദേശം അറിയാമോ എന്നൊന്ന് അറിയണമല്ലോ. നിങ്ങൾ ഏത് സഭയിലാണ് കൂടുന്നേ? അവർക്കിപ്പോൾ സഭയില്ല. ഒന്ന് വായിച്ചേ. ഈ പിള്ളേര് ഓരോരോ കളികളുണ്ടല്ലോ. എന്ത് ക്ലൂ കൊടുക്കുന്നു. തരാം. രാജക്കന്മാരുടെ 1-ാം പുസ്തകം ക്ലൂ. അമ്മ എവിടെ ഇരുന്ന് പറഞ്ഞാൽ ഇനി ഞാൻ വേറെ വാക്യം വായിപ്പിക്കും. വാക്യം പറയാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ ഞാൻ വേറെ വാക്യം തരാൻ പോവാ. പെട്ടെന്ന് വായിക്കുമ്പോളെ 19-ാം അധ്യായം അതിൻ്റെ ആ താളിങ്ങോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വെച്ചത്ത് മേളിലെ വായിര് 15 എന്റെ പിള്ളേരെ യഹോവ അവനോട് അരുളി ചെയ്തത് ഞാനിവിടെ തട്ട് കൊടുക്കും. വായിക്കുന്നു. 12 മുതൽ അങ്ങോട്ട് വായിച്ചോ മോളെ. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ, തീയിലും യഹോവ ഇല്ലായിരുന്നു. അയ്യോ, തീയിൽ യഹോവ ഇല്ലായിരുന്നു. ഇപ്പൊ ചെല്ലു പറഞ്ഞ തീക്കകത്ത് ഉണ്ടെന്നാ. ആ തീ കത്തട്ടെ എന്നതാടാ. തീയിലില്ലായിരുന്നെന്ന്
ഞങ്ങളുടെ ഒരാൾ പണ്ട് പറഞ്ഞതാ, അച്ഛാ ഇച്ചിരി ആഹാരം തരാം, പിന്നെ എന്തുവാ ചോറും മീൻകറി. അയ്യോ കഴിക്കാൻ മേല, അതെന്നാ നാക്കെല്ലാം പൊള്ളിയിരിക്കുക, അതെന്നാ അയ്യോ കഴിഞ്ഞ വർഷം തീയുടെ ശുശ്രൂഷയല്ലായിരുന്നു എന്ന്. എന്നെ പൊട്ടത്തരവൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച മുഴുവൻ. കാരണം തീ അങ്ങോട്ട് സുബൻ എന്നാ നാക്കിട്ട് ഓടിക്കുന്നത് തീയാന്നാ, തീയുടെ ശുശ്രൂഷയാ, നാക്കെല്ലാം പൊള്ളി. ആ തീയാന്നോ ഇത്? പറഞ്ഞ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഇവിടെ വായിക്കുന്നത് ഭൂകമ്പം. ആ ഭൂകമ്പത്തിന് ശേഷം ഒരു തീ, തീയിലും യഹോവയില്ലായിരുന്നു. ആ കാണുന്ന തീയെല്ലാം ദൈവത്തിന്റെ അല്ലേ. അടുത്തത് തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം. അപ്പോ ഇങ്ങനെ ദൈവം സംസാരിക്കും, സാവധാനത്തിൽ ഒരു മൃദുസ്വരം. നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടവുമല്ല, ഉണർവും ഇല്ലെന്നാ പറയുന്നത്. ചില പറയത്തില്ല, എനിക്കറിയാം ചില ദൈവദാസന്മാർ വളരെ നന്നായിട്ട് ശാന്തമായിട്ട് നിന്ന് വചനം പറയും. നമ്മുടെ ആൾക്കാർക്ക് താല്പര്യവും ഇല്ല, അത് അംഗീകരിക്കത്തുമില്ല. പോകുമ്പോൾ പറയും, ഓ കൃപയൊന്നുമുള്ള ആളല്ല, കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അഭിഷേകമില്ലായിരുന്നു. നമുക്ക് ചിലർക്ക് കഴമ്പൊന്നും ഒന്നും കാണുകയില്ല, ചുമ്മാ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, അലറുക, അല്ലോലിയാന്ന് പറഞ്ഞാൽ നമ്മളോർക്ക് ഇവൻ ഇപ്പം വളഞ്ഞാകുമെന്ന്. ഭയങ്കര അങ്ങ് ശബ്ദം എടുക്കരുതെന്നല്ല, നമ്മളിവിടെ ഭയങ്കരമായിരുന്നു. അയ്യോ പുള്ളി വളയം പോലെ ശബ്ദം കേട്ടാന്നോ അളക്കുന്നേ? മൈക്കിന്റെ ഓളിയോ നോക്കിയാണോ കൃപ അളക്കുന്നേ? അല്ല. എനിക്കറിയാം അനേക ദൈവദാസന്മാർ ഈ സദസ്സിലുണ്ട്, ചിലര് ഉണ്ട്, എഴുന്നേറ്റ് നിന്ന് വളരെ ശാന്തമായിട്ട് അടുക്കടുക്കായിട്ട് വചനം പറയും. പക്ഷെ നമ്മുടെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഒരു കടമ്പുമില്ല, ചുമ്മാ ബഹളം ഉണ്ടാക്കി ഭയങ്കരമായിരുന്നു. അയ്യോ നിലത്ത് നിന്നിട്ടില്ല, കാലയിൽ ആണി കാണും. അതിന് വേറെ ചികിത്സയുണ്ട്. അപ്പൊ ഒരു കാര്യം പറയാം, ശാന്തമായിട്ട് സാവധാനത്തിൽ ദൈവം നിന്നോട് ഇടപെടുമെന്ന്. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവരും കേൾക്കുന്നവരോട് ദൈവം ശാന്തമായിട്ട് ഇടപെടും. അങ്ങനല്ലേ മോളെ? ഒന്നോട് വായിച്ചേ. ഭൂകമ്പത്തിന് ശേഷം തീയിലും യഹോവയില്ലായിരുന്നു. അതിനുശേഷം തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം. അപ്പോൾ ദൈവം ശക്തമായിട്ട് നിന്നോട് സംസാരിക്കും, ശാന്തമായിട്ട് ഇടപെടും. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം, ഒരു മന്ദസ്വരം എന്ന ആ വാക്യം വായിച്ചേ മോളെ. 26:19 അല്ലേ? ഒന്ന് വായിച്ചേ. 26:19 യോബ് അതാന്ന് തോന്നുന്നു, അല്ലേ? എന്നാ എനിക്ക് തെറ്റിയതാ. സാവധാനത്തിൽ ഒരു മൃദുസ്വരം വന്നേ, മന്ദസ്വരം. തീയുടെ ശേഷം കണ്ടോ? 26:14 വായിച്ചേ. 14. എന്നാൽ ഇവ അവന്റെ വഴികളുടെ അറ്റങ്ങൾ അത്ര. അത് തന്നെ. നാം അവനെ കുറിച്ച് ഒരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. നാം അവനെ കുറിച്ച് ഒരു മന്ദസ്വരം. അപ്പോൾ സാവധാനത്തിൽ മൃദുസ്വരം. യോബിന്റെ പുസ്തകം 26:14 വായിക്കുന്നത് മന്ദസ്വരം. അപ്പൊ ശക്തമായിട്ട് ദൈവം ഇടപെടും, ശാന്തമായിട്ടും ഇടപെടും. നിങ്ങൾക്കെല്ലാം അറിവുള്ള വാക്യം ആ വെളിപ്പാട് പുസ്തകത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ പത്മോസിന്റെ നടുവിൽ വെച്ച് യോഹന്നാൻ ദർശിക്കുക. ആ കർത്ത ദിവസത്തിൽ ആത്മവിഭജനായി നീ കാണുന്നതിന് പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന കാഹളത്തുന്നതിന് ശബ്ദം അദ്ദേഹത്തിന്റെ പുറകിൽ കേട്ടു, യോഹന്നാന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാളം എന്തെന്ന് കാണാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ വായിരേ. 7 പൊൻനിലവിളക്കുകളെ തിരിഞ്ഞപ്പോൾ ചേർത്ത് വായിര് മോളെ. തിരിയുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളോട് കൂടെ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാർത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ട് പഠിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും. പിന്നെ അവന്റെ ശബ്ദം, അവിടുത്തെ തിരുശബ്ദം, അവിടുത്തെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ശാന്തമായിട്ട് ദൈവം ഇടപെടും, സൗമ്യമായിട്ട് ഇടപെടും, സാവധാനത്തിൽ ഇടപെടും, മൃദുസ്വരത്തിൽ ഇടപെടും, മന്ദസ്വരമായിട്ട് ഇടപെടും. അപ്പോൾ തന്നെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ നിന്നോട് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. എന്റെ വാദം ദൈവം എങ്ങനെ സംസാരിച്ചാലും ഏറ്റെടുത്തോണം.
ശക്തമായിട്ട് ഇടപെട്ടാലും ഏറ്റെടുത്തോണം, ശാന്തമായിട്ട് ഇടപെട്ടാലും ഏറ്റെടുത്തോണം, സൗമ്യമായിട്ട് ഇടപെട്ടാലും ഏറ്റെടുത്തോണം, മന്ദസ്വരത്തിൽ ഇടപെട്ടാലും ഏറ്റെടുത്തോണം. ഏത് നിലയിലും ദൈവം നിന്നോട് ഇന്ന് രാത്രി ഇടപെടും. ചിലരോട് ഇന്ന് രാത്രി ശക്തമായിട്ട് ഇടപെടും, ചിലരോട് ഇന്ന് രാത്രി ശാന്തമായിട്ട് ഇടപെടും, ചിലരോട് ഇന്ന് രാത്രി സാവധാനത്തിൽ ഇടപെടും. എങ്ങനെ ഇടപെട്ടാലും ഇന്ന് രാത്രി ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്ക് ഇന്ന് രാത്രി അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ആളുകൾ ഉലകിൽ കാച്ചി പഠിപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചെല്ലോട്ടും മുഖപാപമാദിത്യൻ ശക്തിയോടും പ്രകാശിക്കും പോലെയും തല മൂടി തവള പഞ്ഞി പോലെ ഇരിക്കും ദൈവപുത്രനെ സ്തുതിപ്പി ഹല്ലേലൂയ പാടി സ്തുതിപ്പി. വളരെ വെള്ളത്തിനിരച്ചിൽ കോത്തതും ശവകല്ലറയിൽ നിന്നും വെള്ളിയെ മരിച്ചൊരുയർത്തു വരുവാനായി അകമല്ലഭമുള്ളതും എളിയ ജനം ചെവിക്കൊള്ളുവതും വലിയ ഗംഭീര ശബ്ദമുള്ളോനെ സ്തുതിപ്പിനേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിനേശുദേവനെ. വളരെ വെള്ളത്തിനിരച്ചിൽ കോത്തതും ശവകല്ലറയിൽ നിന്നും വെളിയ മരിച്ചൊരുയർത്തു വരുവാനായി അകവല്ലഭമുള്ളതും എളിയ ജനം ചെവിക്കൊള്ളുവതുമായ വലിയ ഗംഭീര ശബ്ദമുള്ളോനെ സ്തുതിപ്പിനേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിനേശുദേവനെ. ഓ സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിനേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഇന്ന് രാത്രി മാറത്ത് പൊങ്കച്ച കെട്ടുവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോടന് സദൃശമുള്ള പാദമുള്ളവനായി 7 നക്ഷത്രം വലങ്കികളിൽ പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നെലിയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. അവിടുന്ന് വെറുതെ വന്നിരിക്കുകയല്ല, ഇന്ന് രാത്രി കടന്നു വന്ന ഓരോരുത്തരുടെ വിഷയങ്ങൾ അറിഞ്ഞും നിന്റെ സ്ഥിതിയും നിലയും അറിഞ്ഞ് ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും അവൻ നിനക്ക് വിഷയങ്ങൾക്ക് നീക്കുപോക്ക് നൽകുവാൻ നസറയനാകുന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ശാന്തമായിട്ട് ദൈവം ഇടപെടും, സൗമ്യമായിട്ട് ഇടപെടും, സാവധാനത്തിൽ ഇടപെടും, മൃദുസ്വരമായിട്ട് ഇടപെടും, മന്ദസ്വരമായിട്ട് ഇടപെടും, അവൻ തകർക്കുന്ന രീതിയിൽ ഇടപെടും, അവൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ കൊത്ത ശബ്ദം, അങ്ങനെയൊക്കെ ദൈവം ഇടപെടും. നമ്മൾ വായിച്ച കുറുവാക്യം യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഈ കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. എന്താ ഇത് നടുങ്ങാൻ കാരണം? 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. ഈ കാദേശ് ദൈവത്തിന്റെ മഹത്വം. വേദപുസ്തകത്തിലെ സ്ഥലങ്ങൾക്കും വേദപുസ്തകത്തിലെ വ്യക്തികൾക്കും വേദപുസ്തകത്തിൽ ഉള്ള വ്യക്തികളുടെ പേരിനുമൊക്കെ വലിയ അർത്ഥമുണ്ട്. സ്ഥലത്തിന് അർത്ഥങ്ങളുണ്ട്. ചില സ്ഥലമൊക്കെ ചില വീട്ടുപേരാ, അവരുടെ വീട്ടുപേരാ. ചിലപ്പോൾ അവരായിരിക്കും ആ ദേശത്തെ അന്നത്തെ കുടുംബം, അതുകൊണ്ട് ആ ദേശത്തിൻ്റെ പേര് ആ വീട്ടുപേരാ. നിങ്ങൾക്കറിയാമോ, ചങ്ങനാശ്ശേരി ഒരു വീട്ടുപേരാ. ആരംഗീകരിക്കാനാ? നീ ആ വീട്ടുകാർ പറയാം, ഞങ്ങളുടെ വീട്ടുകാരാ, പോടാ വട്ട് പറയാൻ അടിച്ചതിനെ വീട്ടുപേരാ. ഇത് ഈ പേരിന് അർത്ഥമുണ്ട്. എൻ്റെ സുബിൻ്റെ നിങ്ങളുടെ സ്ഥലം ഇങ്ങനെ പറയാ, ഉറക്കെ പറയണേ, ചിങ്ങവനം. അത് പഴയ ആൾക്കാർ പറഞ്ഞ സിംഹവനമെന്ന. അവിടെ സിംഹമുണ്ടായിരുന്നെന്നാ ഒരു കാലത്ത്. അപ്പം അത് ലോപിച്ച് പിന്നീട് വന്നതാ ചിങ്ങവനം. ചങ്ങനാശ്ശേരി അത് വീട്ടുപേരാണെങ്കിലും പഴയ ആൾക്കാർ ചില ചരിത്ര പുസ്തകത്തിൽ വായിക്കുന്നത് അത് ചങ്ങനാശ്ശേരി എന്ന പേര് പറയാൻ കാര്യം ഇങ്ങനെയാന്ന, ശംഖുനാഥശ്ശേരി എന്നാ. അപ്പം രാവിലെ അവിടെ ബാങ്ക് വിളിക്കുന്നവരുണ്ട്, ആ പള്ളിയിലെ മണിയടിക്കും, മെത്രാപ്പോലിത്തൻ പള്ളി. അപ്പം തന്നെ അടുത്ത ക്ഷേത്രമുണ്ട്, അവിടെ ശംഖുണർത്തും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ശബ്ദം ചേർത്ത് പഴമക്കാരിട്ട പേരാണ് പറഞ്ഞത് ശംഖുനാഥശ്ശേരി. അങ്ങനെ സ്ഥലങ്ങൾക്ക് അർത്ഥമുണ്ട്, വ്യക്തികൾക്ക് പേരുകൾക്ക് അർത്ഥമുണ്ട്. ദൈവത്തിന് മഹത്വം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം അങ്ങനെ അർത്ഥം നോക്കുമ്പോൾ ഈ കാലേഷ് എന്ന വാക്കിന് അർത്ഥമുണ്ട്. കാലേഷ് എന്ന വാക്കിൻ്റെ ഒരർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം, ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, ദൈവത്തിന് വിശുദ്ധമായ സ്ഥലം, ദൈവം ശുദ്ധീകരിച്ച സ്ഥലം. കാദേശ് യഹോവയ്ക്ക് വിശുദ്ധം. എന്നാൽ
ഈ കാലേശിന് പണ്ട് ഒരു പേരുണ്ട്, പഴയ പേര്. അതെല്ലാവർക്കും ഉണ്ടല്ലോ, പഴയ പേരും പുതിയ പേരും. അങ്ങനെ ആ പുസ്തകത്തിൽ വാക്യവും പുതിയ പേര് തരുമെന്നാ. അപ്പൊ പഴയൊരു പേരുണ്ട് ദൈവത്തിന്റെ മകത്ത്. ആ പഴയ പേര് വായിച്ച ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 14. മക്കളെ നിങ്ങൾ ചടികടാന്ന് വായിക്കണം കേട്ടോ, രണ്ടുപേരും കൂടെ. മോടെ പേരെന്തുവാ? ക്രിസ്റ്റി. മറ്റേത് ഷിനി. ക്രിസ്റ്റിയും ഷിനിയും കൂടെ ചടികടാന്ന് വായിച്ചു തരണം. 14:6. അവൻ സമ്പത്തൊക്കെ മടക്കിക്കൊണ്ട് വന്നു, തന്റെ സഹോദരനായ ലോത്തിനെയും. 8-ാം വാക്യം വായിച്ചേ, 14:8. അപ്പോൾ സോദോം രാജാവും. അപ്പൊ 6 വായിച്ചേ, ഏമിരെയും. അപ്പൊ മുമ്പേ വായിച്ചേ ഏതാ? സോദോം രാജാവ്. അത് വായിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നെയും കൂടെ. അല്ല, അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചെന്നാ. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ്. അത് വായിക്കും മോളെ. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൻ മിഷ്പാത്തിൽ വെച്ച്. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൻ മിഷ്പാത്ത്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. എന്തുവാ ഏൽ മിഷ്പാത്ത്? ആ വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്ന. അതെന്താ? വേദപുസ്തകം പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ, 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്രാഫേൽ, അരിയോക്കെ, ഖിദർലായമോർ, തീദാൽ ആദിയായ ബാബിലോണി ചായ്വുള്ള 4 പേര്, ബേരാ, ബ്രിഷ, സിനാബ്, സോബർ ആദിയായ സോദോമ്യ ചായ്വുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുടിക്കകത്ത് പോയി. പലരും ചെതറിയോടി. ഒരുത്തിന് എതിർച്ചയാ ഓടി വന്ന് എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞ, അബ്രഹാമേ, സോലോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോലോമിനെ കൊള്ളയിട്ടു. പിന്നെ നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവന്റെ ഭാര്യ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അന്ന് അബ്രഹാം മമ്രയുടെ തോപ്പില്ല. അബ്രഹാം പെട്ടെന്ന് ചടകുടഞ്ഞ് എഴുന്നേറ്റ് തന്റെ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 അഭ്യാസികൾ. ഞാനിങ്ങനെ പറഞ്ഞ് വീണ്ടും ജനിച്ച 318. അതിനെ കൊണ്ട് പോയാലേ കാര്യം വല്ലതും നടക്കുവുള്ളു. വീട്ടിൽ ജനിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ പഴയ ബന്ധിക്കോസാ, എന്നെ കൊണ്ട് ആ കാജിന് ചിലപ്പോൾ കൊള്ളുകയില്ല. പക്ഷെ വീണ്ടും ജനിച്ചവൻ വന്നാൽ അവൻ വിടുതൽ നടത്തും. ഞങ്ങളുടെ അപ്പച്ചനാ ഇത് തുടങ്ങിയത്. അപ്പച്ചനെ ദൈവം അതിന് ഉപയോഗിച്ചു. നിനക്കിതുമായിട്ട് വല്ല ബന്ധം ഉണ്ടാടാ? നീ അപ്പച്ചൻ്റെ പേരും പറഞ്ഞ് ഉമ്മ വെട്ടിയാറ് പാലത്തെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ഒരു തലയെക്കെട്ടും കണ്ടത് കട്ടൻ ചായ അടിച്ച ജീവൻ ഇങ്ങനെ നടക്കുക. അപ്പച്ചൻ തുടങ്ങിയാണ്. അപ്പച്ചൻ എന്തെല്ലാം തുടങ്ങി. അപ്പച്ചൻ തുടങ്ങിയതെല്ലാം ഒന്നും പറയാനും നോക്കുകയല്ല. അതിപ്പോൾ ഞാൻ പറയുന്നുമില്ല. അപ്പച്ചൻ്റെ ഗൗരവത്തിലല്ല, നീയും ദൈവമായിട്ടാ ബന്ധം. വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം അത് യേശു ക്രിസ്തുവിൽ കൂടിയേ നടക്കുകയുള്ളൂ, സാധ്യമാകുകയുള്ളൂ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. വാനിലും ഭൂവിലും മേലായ നാമം, വന്നിത വല്ലഭ നാമമാത്. വാനിലും ഭൂവിലും മേലായ വന്നിത വല്ലഭ നാമമാത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമാത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമാത്. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. എല്ലാ നാമത്തിലും മേലായ നാമം, രോഗികളെ സൗഖ്യമാക്കുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, പുതുഭാഷയിൽ സംസാരിക്കുന്ന നാമം, രോഗശാന്തിയുടെ വ്യാപാരം നടത്തുന്ന നാമം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം, നിനക്ക് സമാധാനം നൽകുന്ന നാമം, നിന്നെ രക്ഷിക്കുന്ന നാമം, നിന്റെ കുടുംബത്തെ വിടുവിക്കുന്ന നാമം, നിന്നെ രക്ഷിക്കുന്ന നാമം, എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടക്കുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. വേറെ നാമം ഒന്നും പറയണ്ട, യേശുവിന്റെ നാമം പറഞ്ഞാൽ മതി. നമ്മുടെ ആരുടെ നാമം പറയാതിരിക്കുന്നതാ അല്ല വിശേഷമാ. നമ്മുടെ ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. അവസരം കിട്ടുമ്പോഴല്ല യേശുവിന്റെ നാമം പറ. നിന്നെ വിടുവിക്കുന്ന നാമമാണ്. ഇന്നലെ ഞാൻ ഞങ്ങളുടെ സഭയിലുള്ള ഒരു അമ്മാമ്മയെ കാണാൻ ചെന്ന് വയ്യാതെ കിടക്കുക.
അള്ള കടന്ന് ഇമ്മ ആവശ്യമില്ലാത്ത എല്ലാം പറയുക. മോള് പറഞ്ഞ് വായും ചുണ്ടും അടക്കുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, നാളെ നിങ്ങൾ വാക്യം പറയണം ഇവിടെ കിടന്നുകൊണ്ട്. ആരാന്നോ നിനക്കത് അറിയാൻ? നീ അങ്ങോട്ട് വരുന്നില്ലല്ലോ, അവിടുത്തെ വിചാരമല്ല നീ അറിയുന്നത്. അവൻ ഇനി എൻ്റെ 10 പേരോട് പറയാനാ, അവൻ്റെ ദീനമാണാ. ഒരു കാര്യം പറയാം, ഞാൻ പറഞ്ഞ അമ്മാമേ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട, ഈ കിടക്കെ കിടന്ന് വചനം അങ്ങോട്ട് പറഞ്ഞേ. വചനം പറ, ഇത് അതിവേഗത്തിലോടുന്ന വചനമാ. ഈ വചനം നിന്നെ സൗഖ്യമാക്കുന്ന വചനമാ. ഈ വചനം നിനക്ക് വിടുതൽ തരുന്ന വചനമാ. ഇതങ്ങ് മാറ്റി, ഇതങ്ങ് മാറ്റി. ഇത് മാറ്റ. ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ വചനം പറയണം. രോഗിയായിട്ടായിരിക്കും ഇവിടെ വന്നത്, പക്ഷെ തിരിച്ചു പോകുമ്പോൾ സൗഖ്യത്തോടെ തിരിച്ചു പോകണം. ഈ നാമം നിന്നെ വിടുവിക്കുന്ന നാമമാ, നിന്നെ സൗഖ്യമാക്കുന്ന നാമമാ. നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത്, ധമനിക്കകത്ത്, ശിരക്കകത്ത് ഇരിക്കുന്ന രോഗാണുക്കളെ ഉരുക്കി മാറ്റി നിന്നെ സൗഖ്യപ്പെടുത്തുന്ന നാമമാണ് യേശുവിന്റെ നാമം. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കും. ഈ വന്നതുപോലെ ഇന്ന് രാത്രി തിരിച്ചു പോകരുത്. രോഗിയായിട്ടായിരിക്കും വന്നത്, ചികിത്സയ്ക്ക് വിധേയപ്പെടുന്നുണ്ട്, പക്ഷേ ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. അതിവേഗത്തിൽ ഓടുന്ന വചനം. എന്റെ ഭാഷ പറഞ്ഞാൽ നീ ഇവിടെ ഇരുന്ന് ആരാധിക്കും. കുഞ്ഞുങ്ങളെ നിങ്ങൾ വെക്കാ ദൈവം ഇങ്ങനെ ഇരിക്കുന്നേ. സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ യോഗത്തിന് പറയും, യോഗത്തിരിക്കുന്ന മുഴുവനെണ്ണോ ദൈവത്തെ സ്തുതിച്ചോണം. അത് അയ്മേനിയൊന്നോ തിരുമേനിയൊന്നോ സെൻട്രൽ പാസൊന്നോ കാവുണ്ട് നിന്റെ കുന്താം കൗണത്തില്. എടാ, ദൈവം നിന്നെ രക്ഷിച്ചു, ദൈവം നിന്റെ പാപത്തെ മോചിച്ചു. ഇന്ന് രാത്രിയും ആയുസോടിരിക്കാൻ ദൈവം നിനക്ക് ഭാഗ്യം നൽകി. നിന്നേക്കാൾ മിടുക്കന്മാർ, ഉന്നതന്മാർ മാറ്റപ്പെട്ടപ്പോൾ ഒരു രാത്രിയും കൂടെ കാണുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തന്നു. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ആമേൻ ജീസസ്. പ്രൈസ് ദി ലോർഡ്. നാല് വിരലെ മർത്യനായോ നിൽക്കുന്നോരെല്ലാം മായ, നാലു വിരലെ മർത്യനായോ നിൽക്കുന്നോരെല്ലാം മായ. ഓ വേച്ച നിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കും കഥ പോലെ. വേച്ച നിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കും കഥ പോലെ. ഓ ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. എന്നെ കേൾക്കുന്ന ബഹുമാനരായ ശ്രോതാക്കളോട് പറയട്ടെ, മരണത്തിന്റെ തണുത്ത കരം നിന്നെ താപ്പുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഏത് സമയത്തും മരണം പിടികൂടുമല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിനക്ക് നല്ല അവസരം തന്നിരിക്കുന്നു. ഇത് സുപ്രധാന കാലമാണ്, ഇത് രക്ഷാ ദിവസമാ. നാളെ എന്ത് സംഭവിക്കുന്ന എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല, അത് ദൈവം അറിയുന്നത് കൊണ്ട് ഇന്ന് രാത്രി നഷ്ടപ്പെടുത്തി കളയരുത്. ഈ രാത്രി ഈ പന്തൽ വിട്ടു പോകുന്നതിന് മുമ്പ് ശബ്ദപ്പെടുത്തി ശ്രമിക്കുന്ന മാന്യരായ ബഹുമാന്യരായ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, 5 പൈസ മുടക്കണ്ട, അരക്കാഴ്ച മുടക്കണ്ട, യേശുവിനെ ഇന്ന് രാത്രി രക്ഷകനായി ഏറ്റെടുക്കുക. നിനക്ക് നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ആട്ടെ, മുമ്പോട്ട് പോകാൻ സമയത്തെ ഭയപ്പെടുന്നവർ അങ്ങനെ പോയാൽ അങ്ങ് നിൽക്കും ദൈവത്തിന് മഹത്വം, നിങ്ങൾ ഇരിക്കുകയും ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. ഈ കാദേശിന്റെ പണ്ടത്തെ പേരാ ഏൽ മിഷ്പാത്ത്. വാക്കിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലം. അബ്രഹാം വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 എണ്ണത്തിനെ കൊണ്ടാണ് പോയത്. ആ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി. സോദോമിനെ കൊള്ളയിട്ട 4 വമ്പൻ രാജാക്കന്മാരെ അമ്പയെ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ചു. അങ്ങനെ ആ ജയമെടുത്ത സ്ഥലമാണ് ഈ ഏൽ മിഷ്പാത്ത്. ചിലര് അവിടെ പട്ടുപോയി. അപ്പോൾ അവര് യുദ്ധം നടന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിന് ന്യായവതിയുടെ സ്ഥലം എന്ന അർത്ഥം വന്നത്. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത് എന്ന് പറഞ്ഞ ന്യായവതിയുടെ സ്ഥലം. ഒറ്റ വാക്യം പറഞ്ഞാൽ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ന്യായവതിയുടെ സ്ഥലത്തെ ആ ദൈവം പിന്നത്തേതിൽ വിശുദ്ധീകരിച്ചത്.
അതാ കാദേശ്. നമ്മളോടുള്ള ബന്ധത്തിൽ ഒരു കാലത്ത് ഞാനും നിങ്ങൾ വല്ല ന്യായവതിക്ക് അർഹരായി പോയവരാ. പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചൊരു കാലമുണ്ട്. ആ കാലത്തിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ അജ്ഞാനകാലം, അജ്ഞാനകാലം, പണ്ടത്തെ കാലം, പൂർവ്വകാലം, മുൻകാലം, പഴയ കാലം. ആ പൗലോസിൻ്റെയൊക്കെ ഭാഷ പറഞ്ഞ അറിയായ്മയുടെ കാലമെന്ന പത്രോസും പൗലോസും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഒന്നും നമുക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലും അറിയാൻ മേല. സ്തോത്രം. നമ്മളെക്കാൾ ശക്തിയുള്ളവരെ ആരെങ്കിലും കണ്ട ഉടനെ നമ്മൾ ദൈവമാണെന്ന് പറയാം. ഒരു തള്ള കയറി എന്നോണ്ട് അത് തള്ള അങ്ങ് ദൈവമായി ഉടനെ പിന്നെ തള്ള അങ്ങ് ദൈവം കളിക്കുക. അമ്മയെ ബഹുമാനിക്കണം. അമ്മ ദൈവമല്ല. അമ്മയെ ബഹുമാനിക്കണം, അപ്പനെയും ബഹുമാനിക്കണം. അപ്പനെയും അമ്മയും നന്നായിട്ട് ബഹുമാനിക്കണം. പക്ഷേ അപ്പനും അമ്മയും ദൈവമല്ല. ദൈവം ഒരുവൻ സ്വർഗത്തിലുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ആദരിക്കുകയും ചെയ്യണം. നരച്ചവന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കണം. അല്ല അവനെ കാലുമടക്കി അടിച്ച് വെട്ടിയാറ്റ് കനാലി ഇടുകയല്ല. ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ നിങ്ങൾ എല്ലാവരും അല്ലെങ്കിലും മിക്കതും ബഹുമാനമൊന്നുമില്ലല്ലോ. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറഞ്ഞ പണ്ട് പ്രായമുള്ള അപ്പം തിണ്ണയിലിരിക്കാൻ പെൺപിള്ളേർ അതിലേ വരികയല്ല. വരത്തില്ല. പോവോ അപ്പം ഭൂമുഖത്തിരിക്കുക, കസേര ചാരു കസേര അപ്പച്ചൻ. അഥവാ കൊച്ചു പെൺപിള്ളേർ അകത്തു നിന്ന് പെട്ടെന്ന് ഇതിലേ വരുന്നെങ്കിലും അമ്മ പറയും, എടി ചാൻ അവിടെ ഇരിപ്പുണ്ട്, അപ്പുറം കൂടെ പോകാൻ പറയല്ലേ അമ്മേ. അമ്മ അങ്ങനെ പോയിട്ടുണ്ടോ അമ്മേ? അമ്മ ഇപ്പോൾ ഓർക്കുക, ദൈവമേ ഗ്രഹപ്പഴയ്ക്ക് മുന്നിൽ ചെന്നിരിക്കുകയും ചെയ്ത് അമ്മ നാളെ ഇവിടെ ഇരിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പൊ പണ്ട് കാലത്ത് അങ്ങനൊന്നും ചെയ്യത്തില്ല. പഴയ അമ്മമാര് പറയും, ചാൻ അവിടെ ഇരിപ്പുണ്ട്, അപ്പുറം കൂടെ പോകാൻ പറയും. വളരെ സംസാരിക്കുന്നത് ഉറക്കെ സംസാരിക്കത്തില്ലല്ലോ. ഇല്ല, അങ്ങനത്തെ ഒരു കാലമുണ്ട്. ഇനിയിപ്പം ആ കാലമൊക്കെ ഉണ്ടാവുമെന്ന്. ഇപ്പം നേരെ തിരിച്ചാ. അച്ചായൻ അവളകത്തോണ്ട് വല്യപ്പൻ എടുക്കുക. അപ്പച്ചൻ പറയും, യോ എൻ്റെ പാപ്പി നിന്റെ ഗതികേട്. ഭയങ്കര വീടും വെച്ചേച്ച് നിന്നെ പമ്മി ഇരിക്കുക. എന്തിനാണ് ആണ്ട പാലത്തേക്കൊരു താഴോട്ട് ചാടുന്ന നല്ലത്. നിന്റെ ഗതികേട്. ബഹുമാനമൊന്നുമില്ലെന്നേ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നില്ല. നിങ്ങളൊരു വീട്ടിലോട്ട് കയറി ചെന്നേ, എല്ലാത്തിൻ്റെ കയ്യിൽ കുന്തം ഇരിക്കുക. എന്തോ മോനെ മൊബൈല് അങ്ങോട്ടൊന്നിരുന്നേ, പിന്നെ ഇരുത്താം. പിന്നെ ഇതെല്ലാം കാണിച്ചാ ഇപ്പൊ പ്രസംഗിക്കുന്നേ. അങ്ങനല്ലേ? ഹായ്. അല്ല, വന്ന കിളവൻ്റെ ഇത് തന്നെ. അയാൾ നോക്കിക്കൊണ്ട് അങ്ങോട്ട് വന്ന്. ഒരു വീട്ടിൽ ചെന്നാൽ മിണ്ടുന്നുണ്ടോ? ഒരു സദസ്സ് വന്നാൽ തമ്മിൽ മിണ്ടുന്നുണ്ടോ? ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ എല്ലാം ഇങ്ങനെ താഴോട്ട് നോക്കിയിരിക്കുക. എന്നതാടാ മിണ്ടുന്നുണ്ടോ? പണ്ടൊരു കല്യാണ വീട്ടിൽ ചെന്നാൽ, ഞാനിതൊന്നും വിശദീകരിക്കണ്ട, തലേന്ന് കൂടും, സംസാരിച്ച് കാര്യങ്ങൾ തിരക്കി എല്ലാവരോടും ചേർന്ന് അരിഞ്ഞും പെറുക്കി. ഇതെല്ലാം കാറ്ററിംഗ് ആയതുകൊണ്ട് അതുങ്ങൾ പിന്നെ സമയത്ത് കൊണ്ടുവരും. നമ്മൾ ഷട്ടറിൻ്റെ അവിടെ ഇങ്ങനെ നിന്നാൽ മതി, അല്ലെ മടമുഖത്ത് മീൻ നിൽക്കുന്നത് പോലെ. അങ്ങനത്തെ കാലമായി. പിന്നെ അങ്ങോട്ട് കയറിയിട്ടുള്ള യുദ്ധമൊന്നും ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. മിണ്ടുന്നില്ലല്ലോ, സംസാരമില്ലല്ലോ. എല്ലാം ഇതിനകത്തൂടാ. മേളിയുള്ളവനോട് വിളിക്കുന്ന മെസ്സേജ് അയക്കുക, ഊണ് കഴിക്കാൻ വരാൻ, ക്ലീൻ. ഉടനെ അവൻ വേണ്ട, ക്ലീൻ. എന്നാ കാലമാണോ? വല്ലാത്തൊരു കാലമാണ്. മിണ്ടാനൊക്കത്തില്ല. ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ ഫോൺ ചെയ്തു, മോൻ അവിടെ ഉണ്ടോയെന്ന്. ഞാനവിടെ ഇരിപ്പുണ്ട്. ഏത് സ്ഥലമായി ഏത് വീടാണെന്നൊന്നും പറയത്തില്ല. മോനുണ്ടോ? സാധാരണ നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ചോദിക്കുക, ജോഷുവ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നോക്കട്ടെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ അവൻ്റെ മുറിയിൽ ചെല്ലും, ഇല്ലേ അവനെ ഞാൻ മുറിയിലൊന്നും ചില വിളിക്കും, ജോഷുവ എന്ന് വിളിക്കും. ഞാൻ തന്തയാ, ജോഷുവ. എൻ്റെ രീതി അതാ. വിളിക്കും, തീർത്ത് വിളിക്കും. വിളി കേട്ടില്ലെങ്കിൽ കഥക ചെന്ന് മുട്ടും. നിന്നെ ഒരാൾ അന്വേഷിക്കുന്നു. ഇത് എൻ്റെ രീതിയാണ്, നിങ്ങൾ യോജിക്കുകയല്ല. പുള്ളി പറയാ, മോൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, നോക്കട്ടെന്ന്. പുള്ളി വെളിയിൽ ചെന്ന് കാറ് നോക്കുന്നു, കാർ പോർച്ച്. കാറ് കണ്ടേച്ച് വന്ന് അവനിവിടെ ഉണ്ട്. പുസ്തകത്തിൽ അവനിവിടെ ഇല്ലെന്നാ.
കുറ്റം പറഞ്ഞതല്ല, കാലത്തിൻ്റെ പോക്ക് അല്ലേ. ബഹുമാനമൊന്നുമില്ല, ബഹുമാനിക്കുന്നില്ല. ഇടയ്ക്ക് കയറി ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയരെ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, മൂത്തവരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ജ്യേഷ്ഠ സഹോദരിമാരെ അമ്മയെ പോലെ കരുതണം. ഇളയ സഹോദരിമാരോട് ഔവണ്ണം തന്നെ. ഇതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. സഭയിൽ പ്രായമുള്ള പിതാക്കന്മാർ കാണും, അവരെ ബഹുമാനിക്കണം. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ മിക്കപ്പോഴും പറയും, അവിടെ കൂട്ടായ്മയിൽ പ്രായമുള്ള ഒരാൾ ഭക്ഷണം കഴിക്കാൻ വന്നാൽ അവരോട് പറയാം, അവിടെ ഇരിക്കും, എടുത്തുകൊണ്ട് കൊണ്ട് തരാം. ഇതാരെ നോക്കത്തില്ല, നേരെ വെടിക്കുറ്റി പോകും പോലെ. അങ്ങനല്ല. പ്രായമുള്ളൊരു അമ്മ വന്നെങ്കിൽ അമ്മ അവിടെ ഇരിക്കമ്മേ, വെള്ളവും കൊണ്ട് കൊടുക്കണം, ഭക്ഷണവും കൊണ്ട് കൊടുക്കണം. കൊടുത്തേച്ച് പിന്നെ മുങ്ങരുത്, ഇടയ്ക്ക് ചോദിക്കണം ഇനി എന്തേലും. അങ്ങനെയൊക്കെ ചെയ്യുമോ? മറുഭാഷ പറയുന്നുണ്ട്. ഒന്നുമല്ല, ഇതൊക്കെ പഠിക്കണ്ടേ? ഇടയ്ക്ക് ഞാൻ കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പറയും, ഇന്നൊരു ഉണർവില്ലായിരുന്നു, ചെല്ല് പറയും. ഇങ്ങനെ 66 കവിയിൽ അയ്യോ പിടിച്ചോ, ഇങ്ങനെ ബഹുമാനം കൊടുത്താലേ ബഹുമാനം കിട്ടൂ. ദൈവത്തിന് മഹത്വം. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഒരു കാലത്ത് സത്യദൈവത്തെ അറിയാനാണ് നമ്മൾ ജീവിച്ചത്. എന്നാൽ അവനെ മുൻകാല ജീവിതം, അത് അറിയായ്മയുടെ കാലം, അജ്ഞാനകാലം, പണ്ടത്തെ കാലം. പേരുശ്ശേരി മത്തായിച്ചൻ്റെ പാട്ടാന്ന് തോന്നുന്നു നമ്മളെല്ലാം പാടുന്ന. അന്നേ മരിച്ചു പോയെങ്കിൽ, മത്തായിച്ചൻ്റെ പാട്ടാന്ന് തോന്നുന്നു പേരുശ്ശേരി. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. നിർത്തിക്കേ. ആ പാട്ട് എന്ത് സുഖമാ പാട്ട്. അക്ഷരക്കണക്ക്, പദം ഇല്ലേ, താളം പിടിക്കുന്നവർക്കും കുഴപ്പം, നല്ല കണക്കാ. അത് തന്നെയല്ല ആദിപ്രാസമാണെന്ന് തോന്നുന്നു. അന്നേ കണ്ടോ, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. ആദിപ്രാസമാണ്. മലയാളത്തിൽ പഠിച്ചില്ലേ ആദിപ്രാസം, അന്തിപ്രാസം, പിന്നെ ഉറക്കെ പറ മോളെ. ചവനപ്രാസോ? ഓച്ചേ ഉറക്കെ പറ ഓച്ചേ. അതാ. അപ്പൊ സ്കൂളിൽ പഠിച്ചത് ആദിപ്രാസം, അന്തിപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം സ്കൂളിൽ പഠിച്ചതാ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. ഓ തന്നു നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് ഇരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് പിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ന്യായവിധിയുടെ ആ പിടിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളോടൊരു കാര്യം പറയാം. ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും, വീട് വെടി കൊടുക്കണ്ട, വസ്തുവും കൊടുക്കണ്ട, തോത്രകാഴ്ച. ഇത് പിന്നെ തോത്രകാഴ്ച ഇത് കൺവെൻഷൻ നടത്താൻ വേണ്ടി, അതിൽ ഇത് രക്ഷപ്പെടാനാണോ? സ്തോത്രം. അത് നിങ്ങൾക്കറിയാം, ഇതെല്ലാം ഒപ്പിച്ചത് അങ്ങനെയാണ്. ദൈവത്തിന് മകൻ അതിനാ. അല്ലാതെ ദൈവം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ല. രക്ഷിക്കണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, കയ്യും കാലും ഒന്നും പോക്കണ്ട. ഇരിക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്തിരുന്നൊരു ഒറ്റ വാക്ക് പറ, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ യേശുവേ എൻ്റെ പാപം മോചിക്കണം, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം. യേശു ഒരു വിഭാഗത്തിൻ്റെ ദൈവം അല്ലെന്ന് ആദ്യം പഠിക്കേ.
കത്തോലിക്കന്റെ കുത്തകയൊന്നുമല്ല ക്രിസ്തു. യാക്കോബ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, സാൽവേഷൻ, CSI, CMS, ആംഗ്ലിക്കൻ, സാൽവേഷൻ ആർമി, ബെന്തിക്കോസ് ബ്രദർ, ഒത്തിരി ഉണ്ടല്ലോ. ഇവരുടെ ആരുടെയും കുത്തകയല്ല. യേശു മുഴു ലോകത്തിന്റെ ദൈവമാ. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിനെ അംഗീകരിക്കാം, ആരാധിക്കാം, അനുഗമിക്കാം, സേവിക്കാം, സ്നേഹിക്കാം. അതുപോലെ ശ്രേഷ്ഠനായ യേശു. സ്തോത്രം. മറ്റേ എല്ലാ ഇടങ്ങളിൽ എല്ലാവർക്കും ചെല്ലാനൊക്കത്തില്ല, എല്ലാ ഇടങ്ങളിൽ കയറാനും ഒക്കത്തില്ല, പോകാനും ഒക്കത്തില്ല, എല്ലാം ഒന്നും പറയാനും ചൊല്ലാനും ചൊലുത്താനും എല്ലാവർക്കും അനുവാദമില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ആർക്കും വരാം, ഏത് സമയത്തും വരാം. ആമൻ കറുത്തവനും വരാം, വെളുത്തവനും വരാം, സുജേലനും വരാം, കുബേരനും വരാം, പണ്ഡിതനും പാമനും, നിറവുള്ളവനും നിറമില്ലാത്തവനും, ആമൻ വിദ്യാവിഹീനനും വിദ്യാനിപുണനും, ആമൻ സ്തോത്രം, ദേശത്തെ പ്രമുഖനും ദേശത്ത് പ്രമുഖരല്ലാത്തവർക്ക് ഏർക്കും ഏത് സമയത്തും വരാം. ചിങ്ങമാസത്തിലും വരാം, കന്നിമാസത്തിലും വരാം, തുലാമാസത്തിലും വരാം, വൃശ്ചികത്തിലും വരാം, കർക്കിടകത്തിലും വരാന്ന്. അല്ല ലേശു പറയാതെ അങ്കമ്മയെ കർക്കിടകത്തിൽ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പരിവക്കേടിയിരിക്കുക. കാറ്റും മഴയാ നീ ഇങ്ങോട്ട് വന്ന്. ഇല്ല എല്ലാവർക്കും ഏത് സമയത്ത് യേശുവിൻ്റെ അടുക്ക വരാന്ന്. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായിക നിമിത്തം. ഇന്ന് രാത്രി എല്ലാ കാര്യവും എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം. എൻ്റെ തൊണ്ട അത്ര നല്ലതല്ല, അപ്പൊ എനിക്ക് സഹായമായിട്ട് നിൽക്കണം. അത് വളരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാതെ എന്നെ നോക്കണം. സ്തോത്രം. അതിൻ്റെ പേരെന്നെ എന്തേലും ആയിക്കോട്ടെ, അത് വണ്ണം വെക്കുന്നുണ്ടോ വളരുന്നുണ്ടോ എന്ന് എന്നെ ഒന്ന് നോക്കിക്കോണം. ഞാൻ പൊട്ടനാ, അപ്പം പൊട്ടനാകുന്ന എനിക്കൊരു സഹായം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ആർക്കും ഏത് സമയത്തും യേശുവിൻ്റെ അടുക്ക വരാം. യേശു മുഴു ലോകത്തിന്റെ ദൈവമാ, ഒരു വിഭാഗത്തിന്റെ ആളല്ല. ഈ കാണുന്ന സകല സരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം, സകലത്തെയും നിർമ്മിച്ച ദൈവം. വെട്ടിയാറായതുകൊണ്ട് ഒന്നുകൂടെ അങ്ങ് ചൊല്ലുക. പണ്ടൊന്ന് ചൊല്ലിയതാ, ഒന്നുകൂടെ ചൊല്ലുക. ചൊല്ലട്ടെ. പിന്നെ സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ദൈവമേ, അതിലോ മിതലോ നിതലോ സുതലോ ഒക്കെ ഉണ്ടല്ലോ, ആയിക്കോട്ടെ. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദമന്ദിത പദാം ഭുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ഒരു തമിഴും കൂടി ഇരിക്കട്ടെ. യാതൊരു കാലത്തെയാണതിയായി നിർദ്ദേശിപ്പതിനായതിൻ അറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി നീരതിക ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. ദൈവം സകല ദേവവൃന്ദമാന്തിത പദാം ഭുജൻ. എനിക്ക് കാലിന് വേദന നീരുവടക്കുണ്ട്, അതുകൊണ്ടാണ് ഇരിക്കുന്നത്. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദമാന്തിത പദാം ഭുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാതവൻ മോസസ്, സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലൊന്നോരപ്രിയമാം. എബ്രായ പദമാ. ഏലൊന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാ നാഥൻ ഉപദേശിച്ചതല്ലോ.
ഇലോഗി ശബ്ദായി യൂയലോഗി അഡോണായി. അത് തിയോളജി പഠിച്ചവർക്ക് അറിയാം. ഇലോഗി ശബ്ദായി യൂയലോഗി അഡോണായി. വിലോപമന്യേ യാഗ്വേ യഹോവ യാഗെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടൂ. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടത്തൻ നിജാചയൻ ആത്മാവെന്നവ രണ്ടും കാലാനുതാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ടം കളകൂചിതം പോലെ അല്ലാതീശനെ മാനുഷരറിയുന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ഇപ്പോഴും തപ്പി കിടക്കുക. ഇതാരാ ഉണ്ടാക്കിയെന്ന്? എടാ പൊട്ടാ, ദൈവം ഉണ്ടാക്കിയതാ. നീ ഇങ്ങനെ തപ്പി കിടക്കുക. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സ്വീയമാം മഹത്വത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമായ ഭൂനിജാത്മാനം കാരണം വിനാകാര്യം നോത്പത്യത എന്നുള്ള സായമാം ആ പ്രമാണത്തെ അറിഞ്ഞ അനാസ്തികർ കാജിന് കൊള്ളാതുള്ള കരത്തിൻ താടികൾ നാൽനാഥരായൊഴിഞ്ഞും ജോനായിരം ബലിത്തിരക്കാജിനെ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈജനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ വിതരണമായുള്ള ഒരു സപ്തസപ്തിയിൻ കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാ ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ ദേവദേവ, നമസ്തേ കൃപാർണവ, നമസ്തേ നത ജനപാലന പാരായണ. മോശകിന്നാവിനെ നീ പ്രവർത്തിച്ചമമാക്കി സ്വേച്ഛയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല. നിന്നുടെ കരം ചേർന്നാൽ ദൈവം തമ്പുരാൻ എന്ത് ചെയ്താലും മോശമാകത്തില്ല. ഇതൊരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴുലോകത്തിന്റെ ദൈവമാ. ഇതൊരു സംഘടനയുടെ ദൈവമല്ല, ഇത് മുഴുലോകത്തിന്റെ ദൈവമാ. ഇത് വെളുത്തവന്റെ മാത്രം ദൈവമല്ല, കറുത്തവന്റെ മാത്രം ദൈവമല്ല, ഇരുനിറക്കാരന്റെ മാത്രം ദൈവമല്ല, വെളറിയവന്റെ ദൈവമല്ല, കേരളത്തിന്റെ മാത്രം ദൈവമല്ല, ഇന്ത്യയുടെ മാത്രം ദൈവമല്ല, അമേരിക്കക്കാരന്റെ ദൈവമല്ല, പേർഷ്യക്കാരന്റെ ദൈവം. ഇത് മുഴു ലോകത്തിന്റെ ദൈവമാ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കിയ ദൈവം. ദൈവത്തെ പറ്റിയാ ഇന്ന് രാത്രി എന്റെ നിലയനുസരിച്ച് സംസാരിക്കുന്നത്. ഈ ദൈവത്തെ ആർക്കും ഭജിക്കാം, ആർക്കും ആരാധിക്കാം. അങ്ങനെ ആർക്കും ഇല്ലയോ? പിന്നെ ആർക്കും. അതുകൊണ്ടല്ലേ ഇത്രയും പേരിങ്ങനെ ഇരിക്കുന്നത്. അതെല്ലാം ടൈപ്പ് സാധനമായിരിക്കുന്നത്. അടുത്ത് നോക്കണം, തനിനിറം ആണെന്ന്. ആർക്കും. നാളെ ഞാൻ ആർക്കും അന്ന് ഒരുത്തം പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു പാട്ടുണ്ടെന്ന്, നാടൻ പാട്ട്. ആർക്കും വെട്ടാം, ആർക്കും വെട്ടാം, കളിനീലി കരിമ്പന. കേട്ടിട്ടില്ലേ? എൻ്റെ വല്യമ്മച്ചി പാടി കേട്ടിട്ടുള്ളതാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. 5 പൈസ നീ കൊടുക്കണ്ട, അരക്കാശ് കൊടുക്കണ്ട. നീ ഹൃദയം തുറക്കത്തോടെ ഒരൊറ്റ വാക്ക് പറ, എൻ്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. നിന്നെ രക്ഷിക്കാൻ വല്ലഭത്തമുള്ളവനാ നസറായൻ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ന്യായവിധിയുടെ സ്ഥലത്തെ ദൈവം ശുദ്ധീകരിച്ചു. അതാണ് കാദേശ്. കാദേശ് യഹോവയ്ക്ക് വിശുദ്ധം. നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ അങ്ങനെ വിശുദ്ധീകരിച്ച കാദേശ് നടുങ്ങി. എന്തുകൊണ്ടായി കാദേശ് നടുങ്ങാൻ കാര്യം? ഓടിച്ചു പോകാം. കാദേശ് എന്ന വാക്കിന് അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം നടുങ്ങാൻ കാരണം നിങ്ങൾക്ക് വചനം പഠിക്കുന്നവർക്കറിയാം. ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിലൊന്ന് ആ കാദേശ്. വായിക്കാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവെടുത്തുകൾ. മോളെ വായിച്ചേ. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 പെട്ടെന്ന് വായിക്കൂടെ. ഇപ്പോൾ എഴുന്നേറ്റ് സേരദൂതോട് കടപ്പീൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരദൂതോട് കടന്നു. നാം കാദേശ് ബെർന്നോയിൽ ഇപ്പോൾ എഴുന്നേറ്റ് നാം സേരദൂതോട് കടപ്പൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരദൂതോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബെർന്നോയിൽ പുറപ്പെട്ടു മുതൽ സേരദൂതോട് കിടക്കുമ്പോഴുള്ള കാലം 38 സമ്പലതരമായിരുന്നു. അതിനിടയിൽ യോനാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ ഇവരോട് സത്യം ചെയ്തതുപോലെ വാളികത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. മുടിഞ്ഞെന്ന് പറയാൻ എനിക്കൊരു വൈഷമ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ മോളെ കൊണ്ടങ്ങ് വായിപ്പിച്ച. മോള് വായിച്ചോ? കാരണം അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് വായിച്ചേ ഒക്കൂ. അപ്പോൾ ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു കാദേശ്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെ നമ്പർ 1 സ്ഥലമാണ്. ഏതൻ പർദീസ കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലമാണ് കനാൻ. ആ കനാന് പല പേരുകളാണ്. കനാൻ നാട്, പലസ്തീന്, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്, വിശുദ്ധ നാടെന്നൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ അങ്ങനെ വിശുദ്ധ നാടൊന്നുമില്ല.
യോഹന്നാന്റെ 1-ാം ലേഖനം 5:19 വായിക്കുന്ന സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയെന്നാണ്. പിന്നെ ഇവിടെ വിശുദ്ധ നാട്. പിന്നെ അവർ വാദിക്കുന്നത് വിശുദ്ധ നാടെന്ന് അവർ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പാദസ്പർശനമേറ്റ സ്ഥലമായതുകൊണ്ട് അത് വിശുദ്ധ നാടെന്നൊക്കെ ആ ചെല്ല് പറയുന്നത്. ആട്ടെ, സ്തോത്രം. എന്തായാലും കൊള്ളാം, നല്ല സ്ഥലമാണ് കനാൻ ദേശം, നല്ല സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം പോലെ വേറൊരു സ്ഥലം ഉലകത്തിലില്ല. എന്താ കനാന്റെ പ്രത്യേകത? എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കാൻ നേരമെങ്കിലും ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ച മോളെ, ഇനി നിങ്ങൾ മക്കളെ നിങ്ങൾ ചടിയടാന്ന് ഇനിയും വായിച്ചോണം. ആവർത്തനം 8-ന്റെ 7 മുതൽ. നിന്റെ ദൈവമായ യഹോവ 2 മൈക്ക് ഇവിടെ കൊടുക്കണം, ഇല്ലേ പ്രശ്നമാകും യോഗം കഴിയുമ്പോൾ. വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകും. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരെടുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരിയും അത്തിയും മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പാകിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ കയ്യും കെട്ടി വായും പൂട്ടി ആള് കളിച്ചിരിക്കാതെ സ്തോത്രം ചെയ്യണം. നല്ല ദേശത്തേക്കാ ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. അല്ല, നമ്മോടുള്ള ബന്ധത്തിൽ നല്ല സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. നീ ഒരു ദൈവ പൈതലായി തീർന്നതാ ഭാഗ്യം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ് ഈ ദേശത്തിന്റെ വിശേഷത. പുറപ്പാട് 3:17, 18, അതുപോലെ തന്നെ ആവർത്തനം 11, 10, 12, 13, 13-ാം സങ്കീർത്തനം 6-ാം വാക്യം, 106-ാം സങ്കീർത്തനം 24 ഒക്കെ ചേർത്ത് കോർത്തിണക്കിയാ പറയേണ്ടത്. ഇന്നതിന് മുതിരുന്നില്ല ദൈവത്തിന് മകത്ത്. അതുകൊണ്ട് ആവർത്തനം 8-ന്റെ 7 ഇപ്പം വായിപ്പിക്കുന്നുള്ളൂ. നല്ലൊരു ദേശമാണ് കനാൻ ദേശം. കനാൻ 4 അതിര: കിഴക്ക് ബാശാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്ട്, പടിഞ്ഞാറ് കടലും മലയും കൂടെ ഒന്നിച്ച. ഇതിന് പല പേര് വരാൻ കാര്യം, കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഈ ദേശം കൈയടക്കി. അതുകൊണ്ട് കനാന്റെ സന്തതികൾ കൈയടക്കിയത് കൊണ്ടാണ് ഈ ദേശത്തിന് പിന്നെ കനാൻ നാടെന്ന് പേര് പറഞ്ഞത്. ചില സഭയൊക്കെ ചില ആൾക്കാർ കൈയടക്കും, പിന്നെ അവരുടെ പേരിലാണ് സഭ അറിയപ്പെടും. തങ്കച്ചൻ്റെ സഭ, വേവിച്ചൻ്റെ സഭ, ബാബുവിൻ്റെ സഭ, തങ്കമ്മയുടെ സഭ, കുഞ്ഞോനച്ചാൻ്റെ സഭ, കുഞ്ഞോളമ്മാമ്മയുടെ കുഞ്ഞോളമൊക്കെ ഉണ്ട് സഭ. മോളമ്മാമ്മയുടെ സഭയോ? തള്ള കേൾക്കരുത്. നല്ല 90 ഇവിടെ കണ്ട് വന്നിട്ടുണ്ട് കുന്തമെല്ലാം തള്ള തല്ലി പൊട്ടിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ യേശുവിന് സഭ ഇല്ല. അല്ല, അങ്ങനെയാണല്ലോ. പാർക്കെ നിന്ന് മുട്ടുന്നേടാ എന്നെയും കൂടെ അങ്ങോട്ട് ബേബിയെ ഞാനൂടെ അങ്ങോട്ട് കയറട്ടെന്ന് ഇവിടെ പറഞ്ഞില്ലേ. കമ്മിറ്റി തീരുമാനിച്ചില്ലെന്ന് പാപ്പച്ചനോട് ചോദിക്കട്ടെന്ന് പാപ്പിച്ചായും പറയാന്നേ. യേശു വാതുക്കെ നിന്ന് വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ, വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. അടിക്കുന്നു എൻ്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്, അടിക്കുന്നു എൻ്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്. എൻ്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ, എൻ്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ. വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി, വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുക. ആരിന്ന് രാത്രി ഹൃദയവാതിൽ തുറന്നു കൊടുക്കും? യേശു നിന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ ശ്രദ്ധിക്കുക, കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ദേശം കൈയടക്കി. പിൽക്കാലത്ത് അവരുടെ പേരിനാൽ ഈ ദേശം അറിയപ്പെട്ടു. പലസ്തീൻ എന്ന് പേര് വരാൻ കാര്യം പടിഞ്ഞാറ തീരത്ത് ഫെലിസ്തീന് ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ റോമരുടെ കാലം വന്നപ്പോൾ ഫെലിസ്തീന് ധാരാളം ഉള്ളത് കൊണ്ട് ലോപിച്ചാണ് പലസ്തീൻ എന്ന പേര് വന്നത്.
എബ്രായരുടെ ദേശം എന്ന് പറയാൻ കാര്യം ഗോത്രപിതാവാകുന്ന അബ്രഹാമിൻ്റെ അബ്രഹാം ഗോത്രപിതാവെന്ന് എബ്രായത്തിൽ വാക്യമുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ചെല്ലു പറയും അങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ ആയതുകൊണ്ടാണ് യാക്കോബ് ആ ഗോത്രപിതാവായിട്ട് പിന്നെ ആമൻ രംഗത്ത് വന്നത്. എന്നിരുന്നാലും കൊള്ളാം, ആ ഗോത്രപിതാക്കന്മാരാകുന്ന രൂബേൻ മുതൽ ബെന്യാമിൻ വരെ പിന്നെ മനശ്ശെയും എബ്രാഹിം എല്ലാം കൂടെ ചേർന്ന് ഈ ദേശം വന്ന് ആമൻ കൈയടക്കി പാർത്തത് കൊണ്ട് ഇത് എബ്രായരുടെ ദേശമെന്ന് പിന്നത്തെ പേര് വന്നു. വാഗ്ദത്ത നാടെന്ന് പേര് വരാൻ കാര്യം ലോത്ത് അവൻ നീരോട്ടമുള്ള സ്ഥലം തട്ടിയെടുത്ത് അവനെ ന്യൂട്രൽ അടിച്ചു മാറ്റാൻ ബിരുദം ഉള്ള ധാരാളം ആൾക്കാർ പിന്നെ പമ്മി അട കണ്ണടാൻ നോക്കിയിരിക്കുക അവനെ. സ്തോത്രം. കൂടെ പമ്മി നിൽക്കുക. ഇവനെ ലോത്ത് ഒത്തിരി താമസിച്ചാണ് കിടക്കുന്നത്. വെളുപ്പിനെ എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പം അതിനെപ്പറ്റി ഒരാൾ പറഞ്ഞു, ഇവൻ കണക്ക് കൂട്ടുക, ഇയാൾ കണ്ണടയും മിക്കാറും ഇതെനിക്ക് എന്നും അങ്ങ് പാസ്ബുക്ക് നോക്കുന്നവരുണ്ട്. ചുമ്മാ പോകുമ്പോൾ മണ്ട് നിർത്തി കുത്തി നോക്കുക എത്ര ഉണ്ടെന്ന്. ആര്? അപ്പൊ ലോത്ത് ഇങ്ങനെ കണക്ക് കൂട്ടി. ഇവന്റെ ഇരിപ്പൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി. ചുരുക്കി പറഞ്ഞ ഇവൻ മുഴുവൻ അടിച്ചു മാറ്റിയെന്നല്ല, അവൻ നീരോട്ടമുള്ള ഫലമെല്ലാം കണ്ടു. ഈ വിഷയത്തിൽ അബ്രഹാമിന് മനപ്പീഡയും വന്നു. സ്വാഭാവികമാ. എന്നാൽ ഇവൻ എൻ്റെ കൂടെ നടന്നിട്ട് സമയം കിട്ടിയപ്പോൾ ഇവൻ ഇത് അടിച്ചു മാറ്റി എടുത്തല്ലോ എന്ന് ചിന്ത വന്നിങ്ങനെ. എന്നാൽ ഇവന് കൊണ്ടുപോകുന്ന അബ്രഹാം ഭാരപ്പെട്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അവറാച്ച ഭാരപ്പെടണ്ട, അവറാച്ചൻ തലപൊക്കി തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും നോക്കിയേ. ഇത് മുഴുവൻ അവറാച്ചനാ. അങ്ങനല്ലേ മോളെ വായിച്ചേ? 13:10 പെട്ടെന്ന് വായിക്ക്. ഞാൻ ആ ഭാഗം പറയുമ്പോൾ മക്കളെ നിങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കണ്ടേ? 13:10 വായിരേ. അവനെ കൊല്ലേണ്ടതിന് ആരെ? ഉൽപ്പത്തി പുസ്തകം 13:10. എൻ്റെ പൊന്നു മോളെ വായിച്ചോ. ഞാൻ ഓർത്താ ഭാഗം അറിയാന്ന് ഓർത്താ പറഞ്ഞത്. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെ ഗോമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രൈം ദേശം പോലെയും അത്ര ഫലപുഷ്ടമായ സ്ഥലമായിരുന്നു. അടുത്ത വാക്യം വായിച്ച ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ അല്ല മോളെ 14-ാം വാക്യത്തിലുണ്ടല്ലോ. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അങ്ങനെ ഒരു വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് തലപൊക്കം. അവരാച്ച നീ തലയും താഴ്ത്തി പാരപ്പെട്ട തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കണം. പിന്നെ നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും ഇത് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത ദേശമാകിയാൽ ഇതിന് വാഗ്ദത്ത നാടെന്ന് പേര്. അപ്പൊ എല്ലാം കൊണ്ട് നല്ല സുന്ദര സുലഭലമായ നല്ല സ്ഥലമായിരുന്നു ഈ കനാൻ നാട്. ഏദൻ പർദീസ കഴിഞ്ഞാൽ പിന്നെ നമ്പർ 1 സ്ഥലമാണ്. ഏദൻ തോട്ടം മെച്ചമല്ലയോ? ശ്രീവിളങ്ങുന്ന തോട്ടമെന്ന കവി കൊടുത്തിരിക്കുന്നത്. നന്ദനം, ചൈത്രരഥ, പുരാണങ്ങൾ ഇവയ്ക്കൊന്നും മടികൂടാതുള്ള നല്ല സുന്ദര സുരമല്ല. ഇപ്പോൾ ആംഗലേയ ദ്വീപ് പോലെ അങ്ങനെയൊക്കെയുള്ള പദങ്ങളാണ് കൊടുത്തേക്കുന്നത്. ആംഗലേയ ദ്വീപ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല സ്ഥലമായി ഏദൻ തോട്ടം. കേരവും ഗംഭീരവും ചെറുനാരകം കേരം അതെല്ലാം ഉണ്ടായിരുന്നെന്നാ കവിയുടെ ഭാവന. കേരവും ഗംഭീരവും ഈന്തലിങ്കരിം മുളിപേരയും നാഗരംഗമാകന്തം മാതുളങ്കം ആമ്രങ്ങൾ ആമ്രാതകം ചെത്തിയും അത്തിവൃക്ഷം അമ്പഴ ഉണ്ടായിരുന്നു, തേന്മാവ് ഉണ്ടായിരുന്നു, നാടനുണ്ടായിരുന്നു, മൂവാണ്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയാ? കിളിച്ചുണ്ടൻ. പിന്നെ ആമറങ്ങൾ ആമറാതകം ചെത്തിയും അത്തിവൃക്ഷം കമ്രമാം താത്രി താല ജാലങ്ങൾ പീലുക്കളും കാപ്പി ഉണ്ടായിരുന്നെന്ന്. ഗന്ധപുഷ്പങ്ങളേകും ജമ്പുകം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷദ്രുമവും സപ്തക്ഷതം സപ്തം 7 ക്ഷതം പാല 7 പാല. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറി. അയാളിപ്പോ തെറിയും പറയാൻ തുടങ്ങി. അപ്പൊ ഒരാൾ അയാൾ പണ്ടേ തെറി പറയുമായിരുന്നല്ലോ. എന്തുവേണം ഗൂസ്ബറി? ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറി നെല്ലിക്ക. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറിയും ആപ്പിൾ വൃക്ഷങ്ങളേകം ദൃഷ്ടിക്ക് രമ്യങ്ങളും ഭക്ഷിതങ്ങളുമായ സസ്യഗുൽമാദികളാൽ അക്ഷയമായ കാന്തി വിലസുന്ന ആരാമത്തിൽ
വെള്ളരി മുതലായ ഈ തള്ളയ്ക്ക് നന്ദയ്ക്ക് ആരാമത്തിൽ കൂടെ അങ്ങനെ നടന്നാൽ പോരായിരുന്നു. തള്ളയുടനെ ആ കയറി പറിച്ച് ആ ആപ്പിൾ കഴിച്ചാൽ ഈ തള്ള കുറച്ചുകൂടെ നന്നായേനമായിരുന്നു. ഗൂസ്ബെറി എന്തെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും പാമ്പ് പറഞ്ഞപ്പോൾ തള്ള അതാ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. കനി തിന്നടാ. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ നല്ല സുന്ദര സുരബലമായ ദേശമാണ് കനാൻ ദേശം. ആ കനാൻ കഴിഞ്ഞാൽ പിന്നെ നമ്പർ 1 സ്ഥലമാ. ഏദൻ തോട്ടം കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലമാ കനാൻ. എല്ലാം വിവരിക്കുന്നില്ല. മോളെ വായിച്ചേ മോളെ. 8:7 മുതൽ ആവർത്തനം 8:7 മുതൽ വായിച്ച കനാന്റെ പ്രത്യേകത. മുമ്പേ വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് വായിച്ചു. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ച മോളെ. നല്ലൊരു ദേശത്തേക്കല്ലോ അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകും. പിന്നെ അത് താഴ്വരയ്ക്കും മലയ്ക്കും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും. ഈ ദേശത്തിന്റെ പ്രത്യേകത എല്ലാം വിവരിക്കുന്നില്ല. ദേശത്തിന്റെ പ്രത്യേകത വെള്ളത്തിന് പഞ്ഞമില്ലെന്ന്. ഇഷ്ടം പോലെ വെള്ളമാ, ഇഷ്ടം പോലെ വെള്ളം. വെള്ളത്തിന് പഞ്ഞമില്ല. താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ വെള്ളമെല്ലാം നിന്നെന്ന്. വെള്ളവും നിന്നു. പിന്നെ അങ്ങനെ പലതും നിന്നെന്ന്. അച്ഛാ നിന്നിട്ടില്ല. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നെന്നാ. നിന്ന് പോയെന്നാ ചിലർ. എന്നാ നിന്നെന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നല്ലോ. ഞാൻ വിശദീകരിക്കുന്നില്ല. തർക്കത്തിന് ഞാൻ മുതിരുന്നില്ല. എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? തർക്കിച്ചാൽ ഗുരുവും ശിഷ്യനും തർക്കിച്ച് എത്രയോ കൊല്ലം തർക്കിച്ച്. ഗുരു തർക്കിക്കുമ്പോൾ ശിഷ്യൻ അപ്പുറേ തർക്കം. കണ്ണനം ഗുരു ആറാട്ടുപുഴ മണപ്പുറത്ത് കണ്ണിക്കുമ്പോൾ ശിഷ്യൻ കുമ്പനാട് ഭാഗത്ത് നിന്ന് ഗുരു പറഞ്ഞ് നിന്നടോ. അപ്പം ശിഷ്യൻ കുമ്പനാട്ട് എന്ന് പറഞ്ഞ് നിന്നില്ല അച്ഛാ. മനസ്സിലായി കാണും. അപ്പം ഗുരു പറഞ്ഞു കടോര കൂടാരോ ക്രീത്ത ക്രീ. അപ്പം ഗുരു പൂവത്തൂരു എന്ന് പറഞ്ഞ് അങ്ങനല്ല. പുള്ളി അതിന് വ്യാഖ്യാനമൊക്കെ കൊടുത്തു. എന്നും കണ്ണനോ അവസാനം എനിക്ക് തോന്നുന്നത് കേജി കുര്യച്ചനാന്നോ കേജി തോമാച്ചനാന്നോ പറഞ്ഞ മാതി നിർത്തെ. രണ്ടുപേരും തോക്കുകയല്ലെന്ന് പറഞ്ഞു. രണ്ടും കട്ടക്കട്ടയാണ്. എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്? നിന്നിട്ടില്ല അച്ഛാ. ഇതിപ്പം നിൽക്കത്തുമില്ല. നിൽക്കുന്നതിന് മുന്നേ നീ രക്ഷിക്കപ്പെട്ടോണം. നിൽക്കുന്നതിന് മുന്നേ നീ ഇത് പ്രാപിച്ചോണം. ഇത് സൗജന്യമായി തരുന്നതാ. ദൈവത്തിന് മഹത്വം. തർക്കിക്കാനൊന്നും ഞാനാളല്ല. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുക. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രി എന്ത് ചെയ്യും? തൃപ്തിപ്പെടുത്തും. ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുക. ഒരു നദി ഉണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ടത് കുലുങ്ങിപ്പോകയില്ല. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. ആലികത്തിന്റെ ഉമ്മരപ്പെട്ട് കീഴേ നൊടുങ്ങുന്നതായിട്ട് യഗസ്കേലി വായിക്കുന്നല്ലോ. 1000 മുഴമുള്ള നരിയാണിയോളം, പിന്നെ 1000 മുഴം മുട്ട്, പിന്നെ 1000 മുഴം അരയോളം, പിന്നെ 1000 മുഴം. അവൻ നീന്തിക്കിട്ട് കിടപ്പാൻ വകയാത്ത ആത്മനദി ഇന്ന് രാത്രി ആത്മതയിൽ അവൻ യാനം ചെയ്യണം. അത് പ്രാപിക്കാനാ ബഹുമാന്യ എനിക്ക് തോന്നി ചരിത്രം അവിടെ 5000 പൗണ്ട് ബില്യമ്പൂത്തല്ലയോ പാടിയത്? ഹേ രക്ഷയാ കടൽ തീരത്തം കണ്ടു നിന്നാ പാടി അല്ലയോ? ഹേ രക്ഷയാ ദിവ്യസ്നേഹ കടലേ. ആ പാട്ടറിയത്തില്ലേ? ഹേ രക്ഷയാ ദിവ്യസ്നേഹ കടലേ. യേശു നൽകും കരുണാപുരമേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ. ഇച്ചിരി തെറ്റുണ്ടെന്ന് വന്ന് ഇച്ചിരി തെറ്റിയല്ലേ? നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾ തെറ്റിച്ചെന്ന്. നമ്മൾ രണ്ടും തെറ്റിച്ചു. നമ്മൾ രണ്ടും സമശിക്ഷാവിധിയില, എന്നിട്ടും പഠിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അതെ, ബന്ധുക്കോസുകാരത് പാടി കുളമാക്കി. എന്തിനാന്ന് മാറ്റം വരുത്തിയത്? എന്തിനാ മാറ്റം വരുത്തിയത്? അത് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഇച്ചിരി നമ്മൾ പാടുന്ന ഇച്ചിരി തെറ്റാ. അത് അവർ പാടിയാലും ഒക്കുള്ളൂ. സ്തോത്രം. അദ്ദേഹം സുവിശേഷകൻ ദൈവദാസൻ ഇത് പ്രാപിക്കാനായിട്ട് ഞാൻ വിവരിക്കുന്നില്ല, ചരിത്രത്തിലോട്ട് പോകുന്നില്ല, നിന്നിട്ടില്ല. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം
നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ആഗ്രഹത്തോടെ വന്നവരെ ദൈവം നിറയ്ക്കും. ഇത് ആരുടെ കുടുംബസ്വത്തല്ല, ഒരു സഭയുടെയും സ്വത്തല്ല. അല്ല, ഇത് IPCയുടെയും ചർച്ച് ഓഫ് ഗോഡിന്റെ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന സാധനമാണോ? ഓ ഇവിടെ പൊട്ട, ഇത് ദേവലോകത്തിൽ നിന്ന് കൊടുക്കുന്നതല്ല, അന്ത്യോക്യയിൽ നിന്ന് കൊടുക്കുന്നതല്ല, വത്തിക്കാനിൽ നിന്ന് കൊടുക്കുന്നതല്ല, കുമ്പനാട്ടിൽ നിന്ന് കൊടുക്കുന്നതുമല്ല, പുനരൂന്ന് കൊടുക്കുന്നതുമല്ല, സിയോകുന്ന മുളക്കുട അവിടുന്ന് കൊടുക്കുന്നത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്നതാ. ഇത് ദൈവത്തിന്റെ ദാനമാ. ഇന്ന് രാത്രി നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക്, ദൈവം നിന്നെ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ കാര്യം പറഞ്ഞാൽ ഞാൻ നിനക്ക് പ്രയാസം. അവനോട് ഞങ്ങളുടെ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ അവിടെ നിന്നും വരുന്നതല്ല. ഇത് ഓരോരുത്തരുടെയും കുടുംബ സ്വത്തല്ല, ദൈവത്തിന്റെ ദാനമാ. സ്തോത്രം. അതല്ലേ രണ്ടുപേരുടെ സംഭാഷിച്ചില്ല മണിക്കൂറുകളോളം യേശു ഇല്ലേ സഹോദരി? ഓ ശമരിയായില്ലേ അമ്മാമ? രണ്ടുപേരും എത്ര മണിക്കൂറാ സംസാരിച്ചേ? ഒരു പ്രശ്നവും ഉണ്ടായില്ല. നമ്മൾ 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, അടിയുടെ ആറാട്ടായിരിക്കും. രണ്ടുപേരും സംസാരിച്ചു. കർത്താവും വളരെ ബഹുമാനിച്ച, ഇച്ചിരി വെള്ളം തരാമോ എന്ന് ചോദിച്ചു കുടിക്കാൻ. യഹൂദനാകുന്ന നീ? രണ്ടുപേരുടെ സംഭാഷണം തുടങ്ങി. എനിക്ക് പാട്ട് അറിയത്തില്ല, നിങ്ങൾ മോനറിയാം പാട്ട്? ഇപ്പം പറയാം, അതും തെറ്റിച്ചെന്ന് പറഞ്ഞ് പിന്നെ നിർത്തിക്കാനായിരിക്കുമെന്ന്. കയറില്ല പാളയുമില്ല, പിന്നെങ്ങനെ വെള്ളം കോരും, ജീവന്റെ ജലം പിന്നെങ്ങനെ കിട്ടും, ജീവന്റെ ജലം പിന്നെങ്ങനെ കിട്ടും. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യോ നീയൊരു ഭൂതൻ, ഞാനിന്നൊരു ശമരിയായ സ്ത്രീ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. അത് വിവരിക്കുന്നില്ല. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കുമെന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. കനാന്റെ പ്രത്യേകത താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശമാണ്. ഞാൻ പെന്തിക്കോസുകാരോട് ഒരു കാര്യം പറയാം, പെന്തിക്കോസുകാരല്ലാത്തവരും കേട്ടോ. അവൻ മുമ്പേ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക. ഞങ്ങളെ എല്ലാവരുടെയും കാര്യമല്ല, ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും കൂടോത്രവും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ എന്ന് പറഞ്ഞ മറുഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമക്കൾ അങ്ങോട്ട് ചെന്ന്, നീ കോഴിക്കോട്ടിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവരണ്ട, കോയമ്പത്തൂരിൽ നിന്നും കൊണ്ടുവരണ്ട, കൊടൈക്കനാലിൽ നിന്ന് വരക്കണ്ട. അവൻ കാണാൻ വലിയ ചെലവൊന്നും ഞങ്ങളെ കണ്ടാലില്ല. ചിലപ്പോൾ കറുത്തായിരിക്കും, മെലിഞ്ഞായിരിക്കും, മൂക്കെന്ന് കണ്ണേ പോണേ ഓട്ടോ പിടിക്കണം. ഇതുപോലൊന്നും അല്ല. ഇതുപോലെ ആയ ആരാധിക്കാനും ഒക്കത്തില്ല. സ്തുതിച്ചാട്ട് ശക്തിയോടെ അയ്യമ്പതൊക്കെ നല്ല പക്കി പറക്കും പോലെ. സ്തോത്രം. എടാ ഞാനൊരു കാര്യം പറയാം, ആമേൻ. രക്ഷിക്കപ്പെട്ടത് ജ്ഞാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ വലിയ കുടുംബശ്രേഷ്ഠതയൊന്നും കാണത്തില്ല, വിദ്യാനിപുണന്മാരും ഒന്നും ആയിരിക്കുകയല്ല. ആമ വലിയ മെച്ചമോ മേന്മയോ നന്മയോ ഒന്നും പറയാനൊക്കത്തില്ല ലോകപ്രകാരം. പക്ഷേ ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും കൂടോത്രമുള്ള വീട്ടിൽ പാപം പിടിച്ച ദൈവമക്കൾ അങ്ങോട്ട് ചെന്ന് ആമൻ സ്വോത്രം മറ്റൊന്നല്ല മുടങ്കാലം അങ്ങോട്ട് മടക്കി അങ്ങോട്ട് ഇരുന്ന്, എൻ്റെ ഭാഷയാ പഴയ തമ്പേറായിരിക്കും. തമ്പേർ ഇവിടെ തമ്പേറിയാക്കാച്ചോണ്ടായിരുന്നല്ലോ, ചോദിച്ചു നോക്ക്. ആ തമ്പേറുമൊക്കെ ഒന്ന് വെച്ച് അടിച്ച് ആമൻ ആത്മാവിലൊന്ന് നിറഞ്ഞ് മറുഭാഷ പറഞ്ഞാൽ നിന്റെ സകല കെട്ടും പൊട്ടുവെന്നാ പറഞ്ഞേ. ആഭിചാരത്തിന്റെ ശക്തികളെ നീ കളിക്കരുത്. കൂടോത്രം ചെയ്ത് ഞങ്ങളെ ഒതുക്കാൻ ചിന്തിക്കരുത്. അടിച്ച് നിന്റെ അണ്ടം ദൈവം കീറും. ആഭിചാരം ചെയ്ത് നിന്നെ ഒതുക്കാൻ നോക്കരുത്. ഇത് തീക്കളി. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ വ്യാപാരമാണ്.
അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി നീ ദൈവത്തെ ആരാധിക്ക്. ഇന്ന് രാത്രി നിന്റെ കെട്ടുകളെ പൊട്ടിക്കുക. ദേശത്തിന്റെ പോരുകൾ വെട്ടിയാറ് ദേശത്തുമായി കുടുങ്ങിയിരിക്കുന്ന അന്ധകാരത്തിന്റെ കോട്ടകൾ ദേശത്തിന് തടസ്സമായി വ്യാപരിക്കുന്ന വ്യാപാരം ആരാധിക്ക്. അന്ധകാരത്തിന്റെ കോട്ട ഇന്ന് രാത്രി അഴിയട്ടെ. കയ്യും കെട്ടി മൗനമായിട്ടിരിക്കരുത്. അന്ധകാരത്തിന്റെ കോട്ടകൾ അടിയട്ടെ. ദേശാധിപതിയുടെ ശക്തികൾ ദേശത്ത് കുടുങ്ങിയിരിക്കുന്ന വ്യാപാരത്തിന്റെ പോര് വ്യാപാര ശക്തി ആത്മാവിന്റെ ശക്തിയാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രോഗശാന്തി ഉണ്ടാകട്ടെ. രോഗാണുക്കൾ ഉരുകി പോകട്ടെ. ക്യാൻസർ ഇന്ന് രാത്രി മാറട്ടെ. ഹാർട്ടിന്റെ പ്രോബ്ലം മാറട്ടെന്ന്. നിന്റെ തലവേദന മാറട്ടെ. ഉദരസംബന്ധമായ ഇന്ന് രാത്രി ദൈവാത്മാവ് അടിക്കുക. ഈ രാത്രി സകലത്തെ പൊട്ടിക്കുക. ഇന്ന് രാത്രി ദൈവത്തിനെ വിടുവിക്കുന്ന രാത്രി. അത്ഭുതം ചെയ്യും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് ശക്തികൾ പോരുകൾ കുടിയിരിക്കുന്ന ശക്തികൾ ദേശത്തെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ തെക്കിനോട് തടുത്തു വെക്കരുത്. ദേശത്തിന്റെ പള്ളക്കാരുകൾ അലകട്ടെ. കരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുത്. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാന് 9:30 ആയതുകൊണ്ട് അങ്ങ് നിർത്തുക. പ്രസംഗത്തിന്റെ മുഖവരെ ആയതേ ഉള്ളൂ. 9:30 ആയില്ലയോ? മതി. ദൂരെയൊക്കെ പോകേണ്ടവരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുക. പ്രസംഗം തീർന്നിട്ടല്ലേ, പ്രസംഗത്തിന്റെ മുഖവരെ ആയതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ഇത് ഇന്ന് നാളെ മറ്റന്നാളും പറഞ്ഞാലും തീരാത്ത, ചുമ്മാ തീരാത്തെന്ന് പറയല്ല, അതിനുണ്ടല്ലോ. സ്തോത്രം. മതി. ഈ ദേശത്തെ ദൈവം വിടിവിക്കും. ആത്മാക്കളെ ദൈവം വിടിവിക്കും. രോഗികളെ സൗഖ്യമാക്കും. നിരാശർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കും. യേശു നമ്മുടെ സമാധാനമാ. നല്ലൊരു ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുവന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുള്ള ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, പിന്നെ കോതമ്പും ഏവവും മുന്തിരിവെള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം. ഒന്നുകൊന്നുക്ക് മെച്ചമാ. സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്ന മുന്തിരിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ മട്ടങ്ങ് മാറും. അതല്ലേ പറഞ്ഞ മുന്തിരിയുടെ നൽകി എന്നെ ശക്തീകരിക്കണം, നാരങ്ങ തന്നെ തണുപ്പിക്കണം. ഇത് ശക്തീകരിക്കുന്നതാ മുന്തിരി. നീ ഊമം തെറ്റി ഇരിക്കുക. ഇന്ന് രാത്രി നീ അത് കഴിച്ചേ നിന്റെ സകല ഞരമ്പും ത്രസിക്കും.
അത്തിയുണ്ടെന്ന്. അത്തി രോഗശാന്തിയെ കാണിക്കുന്നതാ. അത്തിപ്പടക്കട്ട കൊണ്ട് ആ പരുവക്കേടി കിടന്നവൻ്റെ പരുവി പുരട്ടിയപ്പം അവൻ ചാടി എഴുന്നേറ്റു. ഇത് രോഗശാന്തിയാ. ഇതിനകത്ത് വന്ന രോഗശാന്തി ഉണ്ട്. ഇത് ഉപദേശിമാരും കൊടുക്കുന്ന നല്ല രോഗശാന്തി. ഒരു ഉപദേശി പ്രാർത്ഥിച്ചാലും രോഗം സൗഖ്യമാകില്ല. യേശു അത്ഭുതം ചെയ്യണം. രോഗശാന്തി വരപ്രാപ്തന്മാരെ അറിയിക്കുക. അയാളുടെ വെമ്പളെ ആശുപത്രി കിടക്കുക. വരപ്രാപ്തൻ്റെ വണ്ടിക്കകത്ത് മുഴുവൻ കുളുകയാണ്. ഇതേതാ? അത് പ്രഷറിൻ്റെ. ഇതോ അത് കൊളസ്ട്രോളിൻ്റെ. ഇതേതാ? അത് ഷുഗറിൻ്റെ. പിന്നെ ഇതിന് അത് ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നതാണ്. അതിനാ രോഗശാന്തി. എടാ, ഇത് ആരുടെയും കുത്തകയല്ലെന്ന് യേശുവാ സൗഖ്യമാക്കുന്നേ. പിന്നെ ഓരോരുത്തരെ ദൈവം ആയുധമായിട്ട് അങ്ങ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന് മകത്തെന്ന് ഈ ഇതിനകത്ത് വന്ന രോഗശാന്തി ഉണ്ടെന്ന്. അങ്ങനല്ലേ പെന്തിക്കോസ് വളർന്നത്. പെന്തിക്കോസ് അങ്ങനെ വളർന്നത്. അല്ലാതെ കാജിൻ്റെ മിടുക്ക് കൊണ്ടോ പണത്തിൻ്റെ പ്രതാപം കൊണ്ടോ കുടുംബതേട്ടത് കൊണ്ടൊന്നും വളർന്നതല്ല. വിശ്വാസമുള്ളവരുണ്ട് അതിനകത്ത്. പേപ്പട്ടി കടിച്ചിട്ട് പോലും മരുന്നെടുത്തില്ല. കടിച്ച വട്ടിയത്ത് കുറച്ച്. കൊച്ചമ്മ എത്ര നാൾ ജീവിച്ചിരുന്നു? കൊച്ചമ്മ പിന്നെ പേപ്പട്ടിയേക്കാളും സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. മൂർഖം പാമ്പ് കൊത്തി എത്ര എണ്ണം ഉണ്ടായിരുന്നു? മരുന്നൊന്നും എടുത്തില്ലെന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമായി. നമ്മുടെ തേക്കടി സെൻട്രൽ പാസ്റ്ററുടെ ഭാര്യ ചെല്ലമ്മ കൊച്ചമ്മ, അയ്യോ ആ തള്ളേനെ പാമ്പ് എത്ര കൊത്തിയെന്നറിയാം. അവസാനം പാമ്പ് നാണം കേട്ട് നിന്നെ ഇനിയും കൊത്തുകയല്ലെന്ന് പറഞ്ഞു. മരുന്നൊന്നും എടുത്തില്ല. യേശു വിടുവിച്ചു. ദൈവത്തിന് മകൻ. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു കോമരകത്ത്. നാളെ ഞാൻ സഭയെ സാക്ഷി പറഞ്ഞതാ. അവർ കോമരകത്തിൽ നിന്ന് യോഗത്തിന് ഇങ്ങോട്ട് വന്നപ്പം നടന്ന് ചട്ടയും മുണ്ട് കൊടുക്കുന്ന അമ്മയാണ്. നടന്ന് ഇങ്ങോട്ട് വന്നപ്പം കോട്ടയം ടൗണിലെ ഈ കാല് ഓടയ്ക്കകത്തോട്ട് പോയി. സ്പീഡിൽ വന്നതാ. ഓടയിലോട്ട് കാല് പോയി. കാലങ്ങ് പോയപ്പം ഒരു കമ്പി അങ്ങോട്ടും കയറി, ഒന്ന് ഇങ്ങോട്ടും കയറി. ഇത് തുളഞ്ഞ് അങ്ങോട്ട് നിന്ന് അവിടെ നിന്നൊരെണ്ണം തുളഞ്ഞ് ഇപ്പറേ വന്നു. എന്നാ ചെയ്യാനാ? വലിച്ചൂരാൻ പറ്റുമോ? അവിടെ കിടന്നു. പിന്നെ പെട്ടെന്ന് ആൾ കൂടി ചുമതലപ്പെട്ടവരെ വന്ന് ഏതാണ്ട് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് സമയം ഒത്തിരി എടുത്തു. തുരുമ്പ് പിടിച്ച കമ്പിയല്ലേ, കട്ട് ചെയ്തെടുത്ത് മരക്കിയൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. വേദനിച്ചില്ല. കൊച്ചമ്മ എന്നോട് പറഞ്ഞതാണ്. പിന്നെ അവിടെ ഒരു പരുവത്തിന് കടന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ കോളേജ്. വള്ള പറഞ്ഞ് എന്നെ അങ്ങ് കൊണ്ടുപോരുന്നെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ അവർക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. വള്ള പറഞ്ഞാൽ ഈ ഭ്രാന്ത് പോയടാ. എൻ്റെ ഭ്രാന്ത് ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം പോയി. എനിക്ക് മരുന്ന് വേണ്ട. അന്നേരം ആരാണ്ട് പറഞ്ഞു അവരവിടെ കണ്ട് ആകട്ടെ നിനക്ക് എന്നാ അത്ര ദീനമെന്ന്. പിന്നെ ആ തള്ള പറഞ്ഞു ഒരു കടയിൽ നിന്ന് ഇച്ചിരി വെളിച്ചെണ്ണ മേടിച്ച് തരാമോന്ന്. ആരോ കരുണയുള്ളൊരുത്തരുണ്ടായിരുന്നു. എന്ന് വെളിച്ചെണ്ണ മേടിച്ചു. അള്ള കൈ വെളിച്ചെണ്ണ എടുത്ത് വെച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രത്തിന് ശക്തി ഉണ്ട് കേട്ടോ. നീ പറയുന്ന സ്തോത്രം പോലെ അതിനൊന്നും ശക്തി ഒന്നുമില്ല, നിനക്ക് ഇല്ല. ഈ ഉമ്മ സൈക്കിളിന് കാറ്റടിക്കുമ്പോൾ പിന്നെ പ്യാജ് ചപ്പും. ഇനി എന്നാ ചപ്പാനാ? ചപ്പി ഒരു പരുവത്തിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുക. എടാ നല്ല പെടിച്ചില് പോലെ സ്തോത്രം പറയണം. പെണ്ണക്കൊച്ചമ്മ എണ്ണയെടുത്ത് സ്തോത്രം ചെയ്തു. ദൈവത്തെ സ്തുതിച്ചു. ആ മുറിവിനകത്തോട്ട് ഒഴിച്ചു. രണ്ട് തുളയാ ഒഴിച്ചു. കച്ചമുറി കീറി കെട്ടാൻ പറഞ്ഞു. ആ രണ്ട് പിള്ളേർ കരുണയുള്ളവ കെട്ടി. ഒരു ഓട്ടോയിൽ കയറി പാലമുട്ടിൽ പാസ് ഇട്ടി ഉപദേശിയുടെ എടുക്ക വന്നു. അപ്പച്ചൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് സെപ്റ്റിക്കാകും, തുരുമ്പുള്ള കമ്പിയല്ലേ. അമ്മ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ തള്ള എഴുന്നേറ്റ് നിന്ന് തുള്ളുന്നു. ഒരു കുഴപ്പവും വന്നില്ല. ഇതാ പെന്തിക്കോസ്. ഞാനിപ്പോൾ ഒരനുഭവം പറയാം. നിങ്ങൾക്ക് ഇതുപോലെ 100 അനുഭവങ്ങളുള്ളവരാ, അനുഭവിച്ചിട്ടുള്ളവരാ ഇവിടെ ഇരിക്കുന്നത്. ഇത് കാശിന്റെ വലിപ്പം കൊണ്ടുവന്ന വിശ്വാസം. അതാ പെന്തിക്കോസ്. ഇതിനെ തകർക്കാൻ നോക്കുന്നവർ തകരുന്നതല്ല, അതിനൊരു ഭംഗം ഉണ്ടാകത്തില്ല. ഇത് ആത്മശക്തിയാലാ പണിയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഇന്ന് രാത്രി രോഗശാന്തി ഉണ്ടെന്ന് ഉമ്മാവുള്ള മരുന്നെല്ലാം കൂടെ മേടിച്ച്. ഇത് ബിസിനസ് അല്ലേ? നിങ്ങൾ റോഡിലെല്ലാം പരസ്യമാ. സകല ഹൃദയവും എങ്ങോട്ടാ? പിന്നെ നമുക്ക് ഹൃദയം ഇല്ലാത്ത കൊണ്ട് പോകണ്ട. കാരണം ഹൃദയം കർത്താവിന് 80 ഉണ്ണുണ്ണി സാറിന്റെ കാലത്ത് കൊടുത്തതാ ഹൃദയം. സകല ഹൃദയവും റോഡിലൊക്കെ നിങ്ങൾക്ക് മുഴുവൻ പരസ്യമല്ലേ. തന്നെ ഇപ്പൊ ഇത് ബിസിനസ് ആയതുകൊണ്ട് ആശുപത്രിക്കാർ ഇങ്ങോട്ട് വിളിക്കുക. തിങ്കളാഴ്ച വരുമല്ലോ, ഇങ്ങോട്ട് വിളിക്കുക. പിന്നെ എല്ലാം പാക്കേജാ. ചുമ്മാ ഇരിക്കുന്ന ബേബിയും പോവുക പരിശോധിക്കാൻ. ഇത് നിനക്ക് ഇവിടെങ്ങാനും ഒന്ന് ഗോത്രം പറഞ്ഞാൽ പോരെ. ഈ തുളം പൊണ്ണനെയൊക്കെ പരിശോധിച്ചാൽ എന്തെങ്കിലും കാണുകയല്ലേ?
എന്നെ ഇപ്പോൾ കൊണ്ട് പരിശോധിച്ചാൽ ഒരു 10 ലക്ഷത്തിൻ്റെ എങ്കിലും കാണും രോഗം. ഇന്നത്തെ രീതി അനുസരിച്ച് ഈ അമ്മാമ്മയ്ക്കും കാണും ഒരു 5 ലക്ഷത്തിൻ്റെ. ഉണ്ടമ്മേ. പിന്നെ ഉണ്ട്. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ പറയാം. യോണച്ചാനും ഒരു 4-5 ലക്ഷത്തിൻ്റെയൊക്കെ 5 അല്ലെന്നാ തോന്നുന്നത്. നാളെ ഇവൻ പറഞ്ഞ് ആശുപത്രി പോകുമ്പോൾ പോലും കാശില്ലെന്ന് എന്നോട് പറഞ്ഞതാ. നീ നാളെ എന്നോട് പറഞ്ഞതാ. ആര് പറഞ്ഞു? നീ എന്നോട് പറഞ്ഞ കള്ള. എന്നോട് പറഞ്ഞല്ലോ പപ്പായ്ക്ക് ആശുപത്രി പോകാൻ പോലും ആണെന്ന് എന്നോട് പറഞ്ഞതാ. അപ്പം കണ്ണേ നോക്കി കള്ളം പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രോഗമുള്ളവരാ. ഒരു 10 ലക്ഷത്തിൻ്റെ 20 ലക്ഷത്തിൻ്റെ ഒക്കെ രോഗമുണ്ടെന്ന്. പക്ഷേ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിന്റെ മർമ്മം എന്നാണെന്നറിയോ? നീ സ്തോത്രം ചെയ്യുന്നത് കൊണ്ടാ, നീ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടാ, അല്ലാതെ നിന്റെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ ഭക്ഷണത്തിന്റെ ക്രമം കൊണ്ടൊന്നുമല്ല, ജീവിതത്തിന്റെ ചിട്ട കൊണ്ടൊന്നുമല്ല. ദൈവമക്കൾ ഒന്നിച്ചുകൂടി സ്തോത്രം ചെയ്യുന്നത് കൊണ്ടാ, നീ ആത്മാവ് നിറഞ്ഞ് അന്യഭാഷ പറയുന്നത് കൊണ്ടാ. ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രി, യേശു നിന്നെ സൗഖ്യമാക്കുന്ന രാത്രി, യേശു നിന്നെ വിടുവിക്കുന്ന രാത്രി. അടമന ദുരബലപടമല ദിരിവികബലപടമന ദൈവത്തിന് മഹിത്വം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ വിടുവിക്കും. ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. ഓ ഗോലമുണ്ട്, യവമുണ്ട്, മുന്തിരിയുണ്ട്, അത്തിയുണ്ട്, മേതലമുണ്ട്, ഒലിവുണ്ട്, തേനുണ്ട്. ഇത് നിനക്ക് വിടുതൽ തരുന്നതാ. ഈ മാർഗത്തിൽ വന്നതാ ഭാഗ്യം. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയട്ടെ. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നേ. അമ്പലത്തിൽ പോയി വീട്ടിലോട്ട് വരുമ്പോഴാണ് ഒരു വീടിൻ്റെ മുറ്റത്ത് യോഗം രക്ഷിക്കപ്പെടുന്നത്. യേശു എന്നെ രക്ഷിച്ചു. എനിക്ക് രോഗശാന്തി എൻ്റെ കർത്താവ് നൽകി. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ദൈവം നിർത്തി. ദൈവത്തിൻ്റെ കൃപയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്. ഇനി അപേക്ഷിക്കുന്ന പ്രാർത്ഥന. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇതിനകത്ത് വന്നത് അബദ്ധമായെന്ന്. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇറങ്ങിത്തിരിച്ചത് മണ്ടത്തരമാണ്. ഇപ്പോഴും എനിക്ക് സങ്കടമാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുക. എനിക്ക് സൺഡേ സ്കൂളൊന്നും പഠിക്കാനൊത്തില്ല. സ്തോത്രം. എനിക്ക് നേരത്തെ വരാനൊത്തില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. ഒന്നുകൂടെ തെളിച്ചങ്ങ് പറയാം. രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് ആമൻ നമ്മളാലാവും വിധം വിശുദ്ധ ജീവിതം നയിക്കുക. എനിക്ക് ഇന്ന് വരെ തോന്നിയില്ല ഇതിനകത്ത് വന്നത് അബദ്ധമായെന്ന്. ഇന്ന് വരെ തോന്നിയിട്ടില്ല പെന്തിക്കോസ് വന്നത് മണ്ടത്തരമാണ്. ആമൻ ഞാൻ പെന്തിക്കോസുകാരനായതിൽ വളരെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ആളാണ്. എനിക്ക് അഭിമാനമാണ്. അതെ അതെ, സ്തോത്രം. ചെറിയ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചിലർ എന്നെ കണ്ടാലും ചിലർക്ക് അറിയാം. സ്തോത്രം. പെന്തിക്കോസാന്ന് പറഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്ന ആളാണ്. എൻ്റെ ശൈലി പറയുക, പ്രമാണപിതാ രക്ഷിക്കപ്പെടുക. ദൈവം അതിന് ഭാഗ്യം നൽകി. നിരാശപ്പെടരുത്, തളർന്നു പോകരുത്, പിന്മാറരുത്. ആരെല്ലാം പോയാലും നീ പോകരുത്. നീ വിടുതൽ അനുഭവിച്ച ദൈവ പൈതലാ. കർത്താവ് ഇതുവരെ നിന്നെ നടത്തി. അല്പസമയങ്ങളെല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇത്രയും സമയം എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി. ഈ പ്രസംഗത്തിന്റെ മുഖവര പറഞ്ഞതേ ഉള്ളൂ. ദൈവം അനുവദിച്ചാൽ പിന്നീട് എന്നാലും എവിടെ വെച്ചാലും ബാക്കി നമുക്ക് ചിന്തിക്കാനും അയവറക്കാനും അവസരം ദൈവം തരട്ടെ. ദേശവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ച പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനും ഷിനുവായിട്ടുള്ള ആ ഇരിപ്പ് വശമനുസരിച്ചായി ഇങ്ങനെ സംസാരിക്കുന്നത്. അത് ഇപ്പോഴല്ല, എപ്പോഴും അങ്ങനെ തന്നെ. വീട്ടിൽ വെച്ചു അദ്ദേഹം ആമൻ സ്തോത്രം. എനിക്ക് വേണ്ടപ്പെട്ട ആളാ, വിശേഷിച്ച് ജോണച്ചായന് ആമൻ സ്തോത്രം. എനിക്ക് ഷിനുവിനോട് ഒരു ബഹുമാനം. ഞാൻ ചില പോരാട്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയപ്പോൾ കൂടെ നിന്ന ഒരാളിൽ ഒന്നാ. എൻ്റെ ഭാഷ പറഞ്ഞാൽ കട്ടക്കട്ട നിൽക്കുകയായിരുന്നു. ദൈവം നിന്നെ ഞാൻ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനും പിന്നെ കല്യാണം കഴിക്കണം. ചുമ്മാ ഇങ്ങനെ ഇതിലെല്ലാം കാള കളിച്ച് നടക്കരുത്. എടാ, ഈ തന്തയും ചാകും, ഈ തള്ളയും ചാകും. മിണ്ടായിരിക്കുന്നു. പിന്നെ ഇത് പറയാറ് ഈ ദേശത്തിന് നടുവിലാണ് പറയുന്നത്. നീ കല്യാണം കഴിച്ചില്ലേ, നീ ഇങ്ങനെ കിണ്ണം വെച്ച് കൊട്ടിയാലൊന്നും കാര്യം നടക്കുകയല്ല. ദൈവത്തിന് മഹത്വം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒരു ദോഷവും വരികയല്ല. ദൈവം ആമേൻ എല്ലാവരെയും അനുഗ്രഹിക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ.